ഇപ്പൊ എല്ലാവർക്കും നമസ്കാരം. ജിയാർസിയോ വെരി വെരി പ്ലസന്റ് ഗുഡ് മോർണിംഗ്. ആൻഡ് എന്താ പറയാ, ഇന്ന് മഴ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അതവിടെ ഒരു വഴിക്ക് നടക്കട്ടെ. അപ്പോ നമുക്ക് നമ്മളുടെ മഴ തകൃതിയായിട്ട് ആക്കാം അല്ലേ? അപ്പോ ആർ സി എം ബിസിനസ്സിൽ ഒരുപാട് പേര് പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. ഇന്നിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഓപ്പണർ ആൻഡ് അബോവ് ലീഡേഴ്സ് ആണ്. ഓപ്പണർ ആൻഡ് അബോവ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവരൊരുപാട് കാര്യങ്ങൾ എന്താ പറയാ, പഠിച്ച് മുന്നോട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കണം എന്ന രീതിയിലൊരു ഒരു കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം കൊണ്ടുവരുന്ന രീതിയിലേക്ക് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ അവര് സംബന്ധിച്ച് അവർക്ക് ഓപ്പണർ ആൻഡ് അബോവ് എന്ന് പറയുമ്പോൾ അവര് ബോണസ് വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ബോണസ് കിട്ടുന്നുണ്ടാവും. ഒരു ആവറേജ് ഒരു ചെറിയൊരു വരുമാനം, ഒരു ഓപ്പണർക്ക് ഒരു 3000-ന് മുകളിലേക്കൊക്കെ ഒരു വരുമാനവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോ ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ നേടണം എന്നുള്ളൊരു തോന്നലാണ് എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് ഇത് തന്നെയായിരിക്കും. അപ്പോ അതിനൊക്കെ സഹായിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഇനിയും പുതിയ പൊസിഷനിലേക്ക് പോകണം, ഉയർന്ന പൊസിഷനിലേക്ക് ഇനി കയറി പോകണം. അതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് കവറപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും എൻ്റെ പേര് സുരാഗ്. ചാലക്കുടിയിലാണ് വീട്. ആർസിഎം ടെക്നീഷ്യറാണ്. അർജുൻ സാർ വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ ഒരു ബിസിനസ് എന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ആർ സി എം എന്ന രീതിയിലേക്ക് നമ്മൾ കൺസെപ്റ്റിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ തുടക്കം മുതലേ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെയിലിന് പോകണം, സെയിൽസ് ചെയ്യണം. നമ്മളും പറയാറുണ്ട്, നമ്മളോട് നമ്മുടെ ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ നമ്മുടെ ടീം മെമ്പേഴ്സിനും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓപ്പണർ എൻ്റെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും, ഒരു 90% ഓഫ് ആളുകൾക്കും അത്യാവശ്യം നല്ലൊരു ടീം ഉണ്ടാവും. ഒരു എ സൈഡ് മാത്രമല്ല, ഒരു സെക്കൻഡ് സൈഡും കൂടി എന്ന രീതിയിലേക്ക് 90% ആളുകൾക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ നിങ്ങൾ ആക്റ്റീവ് ആണെന്ന് എനിക്ക് അറിയണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എസ് അടിക്കുക, തമ്പടിക്കുകയൊക്കെ ചെയ്തോളൂ. അപ്പോഴാണ് നിങ്ങൾ ആക്റ്റീവ് ആണെന്ന് കൂടി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ലെഗ് ഉണ്ട്, അല്ലെങ്കിൽ ബി സൈഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എ സൈഡും ബി സൈഡും എല്ലാം കൂടി ഒരു മിക്സപ്പ് ആയിട്ട് ഒരു ടീം ഒരു 90% ആളുകൾക്കും ഉണ്ടാകും, ഉറപ്പാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ടീം മെമ്പേഴ്സിന്റെ അടുത്തും നമ്മളും പറയും. കാരണം എന്താ, നമ്മളോട് നമ്മളുടെ അപ്ലൈയും പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് നമ്മള് അവരോടും പറയും, സെയിൽ ചെയ്യണം കേട്ടാ, സെയിൽസിന് പോകണം, ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് പോവാം. ഏഹ് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ പോകണം, നിങ്ങൾ ആ ഏരിയയിൽ കവർ ചെയ്തോളൂ, നിങ്ങൾ ഇവിടെ പൊക്കോളൂ, എന്ന് പോകാണ്ടിരുന്നേ. ഇങ്ങനെ പല 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 കാര്യങ്ങൾ നമ്മൾ ചോദിക്കും, സ്വാഭാവികമാണ്. പക്ഷെ എന്തിനാ സെയിലിന് പോണേ, അതെപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ? ടീം മെമ്പേഴ്സിന് എന്തിനാ സെയിലിന് പോകണമെന്ന് എപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ? അത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ആലോചിക്കൂലേ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ ഏഹ് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ ഒന്ന് വെറുതെ മോളിക്ക് നോക്കും, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ലേ, ഇല്ല. ശരിയാണ്. ഭൂരിഭാഗം ആളുകളും എന്തിനാ സെയിലിന് പോണെന്ന് പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെയിലിന് പോവാൻ തുടങ്ങും. മുന്നേ പോയി പരിചയമുള്ളവരല്ലല്ലോ സെയിൽസിലുള്ള ആൾക്കാര്. അപ്പൊ അവരെന്ത് ചെയ്യും, സെയിൽസിന് പോകാൻ തുടങ്ങും. പോയി തുടങ്ങി ഇറങ്ങി ഒരു ഒരു ദിവസം പോയി, 2 ദിവസം പോയി, 3 ദിവസം പോയി, നാലാമത്തെ ദിവസം വേണോ വേണ്ടേന്ന് വെച്ച് പോവും. അഞ്ചാമത്തെ ദിവസം ആകുമ്പോഴേക്കും പൂക്ക് കഴിയും. കാരണം എന്താ, ഓരോ ദിവസം ചെല്ലുമ്പോഴും കിട്ടുന്ന അനുഭവങ്ങൾ അങ്ങനത്തെ ആയിരിക്കും. നമ്മൾ ചെന്ന ഉടനെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 200-ലധികം ആളുകളുണ്ട്. ഇത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് മനസ്സോട് ചിന്തിക്ക്. നിങ്ങൾക്ക് ഉത്തരം പറയണേ പറയാം, അതല്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. സെയിലിന് ഫസ്റ്റ് ടൈം പോയി, പോയ ഉടനെ തന്നെ ചെന്ന വീടുകളിൽ നിങ്ങളെ ആനയിച്ചിരുത്താണോ ചെയ്തത്, അല്ലെങ്കിൽ ആറ്റി എന്താ പറയാ, ആട്ടിപ്പായിക്കാണോ ചെയ്തത്? വീഡിയോ ഓൺ ആക്കിയവരൊക്കെ ചിരിക്കുന്നുണ്ട്. ഏ ആനയിച്ചിരുത്തി ഇങ്ങനെ വായോ, കേറി വായോ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കായിരുന്നു, കേറി വായോ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ ആയിരുന്നോ? അല്ലെങ്കിൽ ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ ഒക്കെ ഉണ്ട്, എല്ലാ സാധനവും ഇവിടെ ഉണ്ട് എന്ന് പറയാണോ ചെയ്തത്? നമ്മളെ മാറ്റി നിർത്താണോ ചെയ്തത്? ചിന്തിച്ചു നോക്ക്. ഏഹ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് അടിക്കാം. നമ്മളെ കൂടുതലും ആളുകള് നോ പറയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കൂടുതലും നോ പറഞ്ഞിട്ടുണ്ടാവും. കൂടുതലും നോ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. വൈ? അത് ഇതിന്റെ ഒരു ഭാഗമാണ്, സെയിൽസിന്റെ ഒരു ഭാഗമാണ്.
ഇത് സെയിൽസിന് പോകുന്ന ആളുകൾക്ക് പറഞ്ഞു മനസ്സിലാക്കണ്ടേ? അവരോട് പറയണ്ടേ? നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നല്ല സ്വീകരണം കിട്ടില്ല, അല്ലെങ്കിൽ ഒരു യെസ് കിട്ടില്ല. തുടക്കം തന്നെ അവര് ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു, എന്ത് വരാൻ നേരം വൈകിയേ എന്നൊന്നും ആരും പറയില്ല. വാതില് കൊട്ടി അടച്ചിട്ടുണ്ടെന്ന് ജയശ്രീ മാഡം. അതൊക്കെ പിന്നെ സഹിക്കാം. ചില വീടുകളില് പട്ടീനെ തുറന്നിട്ടുണ്ടെന്ന് പറയില്ല അവര്. ഏഹ് അപ്പൊ കയറി ചെല്ലുമ്പോ നായ്ക്കുട്ടീനെ കണ്ടിട്ട് ഓടിപ്പോകേണ്ട അവസ്ഥ വരും. ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇത്തരം അനുഭവങ്ങൾ തുടക്കം തന്നെ പോയി പരിചയമില്ലാത്ത ഒരാൾക്ക് വരുമ്പോൾ അവര് പിന്നെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യും? സെയില് ചെയ്യാൻ സാധ്യത കുറവായിരിക്കും. പക്ഷെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത് ചെയ്യുന്നതിന്റെ ആവശ്യകത, ഇത് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ, ഇത് എന്തിനു വേണ്ടി ചെയ്യണം, ഏഹ് ഇതെങ്ങനെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണ്ടേ? വേണം. കാരണം എന്താ? സെയിൽ എന്ന് പറയുന്ന ഒരു ആർട്ടാണത്. അതൊരു കലയാണ്. അതൊരു സൈക്കോളജിയാണ്. അതൊരു മനഃശാസ്ത്രമാണ്. ഏഹ് സയൻസ് ആണ്. ഇതെല്ലാനും. കാരണം ആർട്ട് എന്ന് പറയുന്നത് കല. നമ്മൾ ആളുകളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആളുകളെ കൺവിൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികൾ, ഇതൊക്കെ കലയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമറിന്റെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നതിന് മുന്നേ ഇവിടെ നിന്ന് മനസ്സിലാക്കി തിരിച്ചങ്ങട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് സൈക്കോളജി എന്ന് പറയുക. എന്റെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമർ ഇന്നതാണ് ചിന്തിക്കുന്നത്, അവരുടെ ഉള്ളിൽ നിന്നും അത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അതിന് ബദലായുള്ള കാര്യം അങ്ങോട്ട് കൊടുത്താൽ അതവിടെ പോകും. അവിടെ ആ സൈക്കോളജി വർക്കൗട്ട് ആവും. അപ്പോൾ കസ്റ്റമറിനെ നമുക്ക് സെയിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പുതിയ ആളുകളിലേക്ക് എത്തണം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തണം. അത് ഒന്നാമത്തെ കാര്യം. അപ്പൊ അതിനെ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് ഇറങ്ങണം. വീട്ടിൽ നിന്ന് ഇറങ്ങാതെ സെയിൽ അടക്കില്ല. ആരുടെ വീട്ടിൽ നിന്ന്? നമ്മുടെ വീട്ടിൽ നിന്ന്. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവിടെ അവരെ സംബന്ധിച്ച് ഏഹ് എന്റെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമറിന്റെ പ്രശ്നത്തെ കസ്റ്റമറിനേക്കാൾ കൂടുതൽ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അതിന് സൊല്യൂഷൻ, ആൾക്ക് സാറ്റിസ്ഫൈഡ് ആയ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ സെയിൽ ഉറപ്പായിട്ട് നടക്കും. ഇത് ഇതിന്റെ ഒരു സയൻസ് ആണ്. സെയിൽസിന്റെ സയൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമറിനെ ബെറ്റർ ദാൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും നന്നായിട്ട് ആളുടെ പ്രശ്നം എനിക്കറിയാം, അതിനുള്ള സൊല്യൂഷൻ ഇതാണെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ അവിടെ സെയിൽ നടക്കും. അവിടെ പറ്റാത്തോടത്താണ് സെയിൽ നടക്കാത്തത്. പക്ഷെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം അവിടെ എൻട്രി കിട്ടണം. അത് വേറൊരു കാര്യമാണ്, അല്ലെ? ഇനി സെയിൽസിന് പോയി തുടങ്ങും. പല ആളുകളും ചെയ്യുന്നൊരു കാര്യം, സെയിൽസിന് പോയി തുടങ്ങും, കൂടുതൽ പഠിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇതിപ്പോ എന്നിട്ട് സാറേ രണ്ട് തവണ വെക്കാനും രണ്ട് ആട്ടപ്പൊടി വെക്കാനൊക്കെ വന്നിട്ട് ഏഹ് അങ്ങനെയാണ് പോവും. അപ്പൊ കൂടുതൽ അതിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാക്കാൻ പലരും ശ്രമിക്കാറില്ല. അപ്പൊ എന്തുണ്ടാവുക? കൂടുതൽ നോളജ് ഉണ്ടാക്കാൻ ശ്രമിക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് നമ്മളുടെ വരുമാനം എന്ന് പറയുന്നത് കുറവായിരിക്കും. സെയിൽസിലൂടെ ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട്, അല്ലെ? നമ്മൾ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ചില ആൾക്കാർ പറയും, നമ്മൾ സ്റ്റേജിലൊക്കെ കണ്ടല്ലേ, 25,000 PV ചെയ്യുന്ന ആളുകളൊക്കെ സ്റ്റേജിൽ കയറും എന്ന് പറയുമ്പോൾ കുറെ പേര് 25,000 PV ചെയ്ത ആൾക്കാർ കയറി. നമ്മുടെ കൂടെ ഇരുന്ന ആൾക്കാർ തന്നെ ചിലവർ കയറിപ്പോയിട്ടുണ്ടാവും. പിന്നെ വരുമ്പോ 50,000 ചെയ്യുന്നവരുണ്ടല്ലോ ഇവിടെ, അവരൊന്ന് വരൂ സ്റ്റേജിലേക്ക് വരൂ, രാജൻ സാർ വിളിച്ചു. അപ്പൊ 50,000 ചെയ്യുന്ന ആൾക്കാർ കയറി. അപ്പൊ അടുത്തത് കേൾക്കണു, ഐ 1,00,000 PV ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിലുണ്ട്, അവരെ കാണണ്ടേ? എന്നാ അവര് കയറി. അപ്പോഴാണ് 5,000 PV സെയിൽ ചെയ്തിട്ട് 5,000 PV തന്നെ തയ്ക്കാൻ പാടുപെട്ടിരിക്കുന്ന ആൾക്കാര് ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും, ഇതെങ്ങനെ സംഭവിക്കണാവോ ഇതൊക്കെ. എന്താ കാരണം? അവർക്ക് അത് പറ്റുന്നത് നമുക്കും പറ്റും. പക്ഷെ അവർക്ക് പറ്റുന്ന പോലെ നമുക്ക് പറ്റണമെങ്കിൽ അവരെന്താണോ ചെയ്തത് അത് കണ്ടെത്തി നമ്മളും ചെയ്യണം. അവര് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ നമ്മളും ഫോളോ ചെയ്യണം. അപ്പോ അവര് പഠിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെ ചെയ്യണ്ടേ, ഇത് ഏത് രീതിയിൽ സംസാരിക്കണം, എവിടെ എങ്ങനെ സംസാരിക്കണം, എപ്പോ സംസാരിക്കണം, ഇതൊക്കെ അവര് മനസ്സിലായിട്ടുണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഒരു ബേസിക് കാര്യങ്ങളാണ്. അപ്പോ നല്ല ഡ്രസ്സ് ഇട്ട് പോകുന്നതും ID കാർഡ് കൊണ്ടുപോകുന്നതും പ്രൊഡക്റ്റ് അവൈലബിലിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നതും ഒക്കെ സെയിലിന് ഗുണം തന്നെയാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരിയാണ്, ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്,
എനിക്ക് എന്നെ നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയാൽ അവിടെ ഓട്ടോമാറ്റിക്കലി അവിടെ കുറച്ച് സെയിൽ നടക്കും. പക്ഷേ എനിക്ക് എന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കസ്റ്റമറിന്റെ പ്രശ്നത്തിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റിയാൽ കൂടുതൽ സെയിൽ നടക്കും. നമുക്ക് ഏതാ വേണ്ടേ? കുറച്ചിടക്കുന്നുണ്ടോ കൂടുതൽ ഇടക്കുന്നുണ്ടോ? 25,000 PV ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. കുറെ ശ്രമിച്ചു നോക്കി ചെയ്യാനായിട്ട്, പക്ഷെ പറ്റിയിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടായി ഈ കൂട്ടത്തില്. സെയിൽ ചെയ്ത് 25,000 PV ആക്കാനായിട്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് വിചാരിച്ച പോലെയാണ് നടക്കുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതും ഉണ്ടല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ സെയിൽസിൽ വേണ്ട രീതിയിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഒന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് വെറുതെ എന്താ പറയാ, ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയ ഒരു ചെറിയൊരു PPT ആണ്. ഏഹ് നമുക്ക് ചെറിയൊരു PPT ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതിലൂടെ ഒന്ന് നോക്കാം നമുക്ക്. ഏഹ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഓഫറിന്റെ കാര്യങ്ങളിലേക്കൊക്കെ കിടക്കാം. ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. അപ്പോ യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നതാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ. മാസ്റ്ററിങ് ദ ആർട്ട് ഓഫ് സെയിൽസ് എന്നൊക്കെ വേണ്ടിയുള്ള ഒരു ഇതാണ് ഇത്. പ്രൈസ് ലൈക്ക് ഫിനിക്സിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന PPT ആണ്. അപ്പൊ ആ PPTയിൽ ഉള്ള കുറച്ച് ഒന്ന് രണ്ട് പേജുകളാണ് കാണിക്കുന്നുള്ളൂ, എല്ലാ പേജും കാണിക്കില്ല. കാരണം എല്ലാ പേജും കാണിക്കാനുള്ള സമയം ഒന്നാമത്തില്ല. രണ്ടാമത്തത് ഇത് ഒരു 3 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ട്രെയിനിങ് സെഷനായിട്ട് എടുക്കുന്ന ക്ലാസിന്റെ ചെറിയൊരു ഭാഗമാണ്. ഓക്കെ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആർട്ടും സൈക്കോളജിയും മൈൻഡ് ഗെയിം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗെയിം ആരൊക്കെയായിട്ട് നമ്മൾ കളിക്കണേ? ബയ്യറും സെയിൽസ്മാനും തമ്മിലുള്ള അറിയാ, അല്ലെങ്കിൽ കസ്റ്റമറും സെയിൽസ്മാനും തമ്മിലുള്ള കളി, കോൺവെർസേഷനെയാണ് ഗെയിം എന്ന് പറയുന്നത്. ആ കോൺവെർസേഷനിൽ ആര് ജയിക്കുന്നു അവിടെയാണ് കാര്യം നടക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സെയിൽസ് ആണെങ്കിലും ടീം വർക്ക് ആണെങ്കിലും എല്ലാത്തിലും 4 തലങ്ങളിലൂടെയാണ് ബിസിനസ് കടന്നു പോകാന്ന് പറയും. ഇതാണ് 4 തലങ്ങൾ. ഇത് നിങ്ങൾ പലപ്പോഴും എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ജനറൽ കാറ്റഗറി വരും, അതിൽ നിന്നാണ് സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവണേ. സ്പെഷ്യലിസ്റ്റിൽ നിന്ന് എക്സ്പേർട്ട് വരും, എക്സ്പേർട്ടിൽ നിന്ന് അതോറിറ്റി അല്ലെങ്കിൽ പ്രീമിയം സെയിൽസ്മാൻ അല്ലെങ്കിൽ പ്രീമിയം നെറ്റ്വർക്കർ അല്ലെങ്കിൽ പ്രീമിയം ബിസിനസ്മാൻ എന്ന രീതിയിലേക്കൊക്കെ മാറ്റം വരും. അപ്പൊ ഈ 4 കാര്യങ്ങളിലൂടെ കടന്നിട്ടാണ് എല്ലാ മേഖലയും ആളുകളും കടന്നു പോകുന്നത്, എല്ലാവരും കടന്നു പോകുന്നത്. ഇപ്പൊ ഒരു ഏഹ്, ഒരു ഡോക്ടറിന് പഠിക്കുന്ന ഒരാളെന്നിരിക്കും. ഡോക്ടറിന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തി ആദ്യം MBBS എടുക്കുമ്പോൾ അദ്ദേഹം ജനറൽ കാറ്റഗറിയാണ്. പിന്നെ ആ ജനറൽ കാറ്റഗറിയിൽ നിന്നും അതേ വ്യക്തി തന്നെ MD എടുക്കുകയാണ്. എന്താ പറയാ, നമ്മള് ഡോക്ടറേറ്റില് MBBS കഴിഞ്ഞിട്ട് MD എടുക്കൂല്ലോ ചില ആൾക്കാർ. അപ്പൊ MD എടുക്കുമ്പോൾ എന്തായി? അവര് സ്പെഷ്യലിസ്റ്റ് ആയി. ഇനി സ്പെഷ്യലിസ്റ്റ് ആയ ആളുകൾ കുറച്ച് കാലത്തെ ഒരു 8 വർഷത്തെ അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ അവരെന്തായി മാറും? അവർ എക്സ്പേർട്ടായിട്ട് മാറും. ഇനി ഈ എക്സ്പേർട്ടായ ആളുകൾ വീണ്ടും കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അതോറിറ്റി അല്ലെങ്കിൽ പ്രീമിയം കാറ്റഗറിയിലേക്ക് അവർ മാറും. ഇപ്പൊ നമ്മൾ ചില കണ്ടിട്ടില്ല. അപ്പൊ ഈ ഈ 4 കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇവരുടെ വരുമാനത്തിൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും? വലിയ വ്യത്യാസമായിരിക്കും. കാരണം എന്താ? ഒരു ഒരു നോർമൽ MBBS കാരനായിട്ട് മാത്രം ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ട്, ഒരു ലിമിറ്റഡ് ഇൻകം ഉണ്ടാവും. ആ ഒരു ഇൻകത്തിനേക്കാൾ എന്തുകൊണ്ടും കൂടുതലായിരിക്കും സ്പെഷ്യലിസ്റ്റ് ആയിട്ട് MD എടുത്തിട്ട് ഇരിക്കുന്ന ഡോക്ടർക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. ഈ MD എടുത്ത ഡോക്ടറേക്കാൾ കൂടുതൽ വരുമാനം കൂടുതലായിരിക്കും ആർക്ക്? എക്സ്പേർട്ട് ആയ ആൾക്ക്, വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ MBBS ആണ്, MD എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 8-10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം എക്സ്പേർട്ട് ആണ്. അപ്പോൾ എക്സ്പേർട്ട് ആയ ആളുകൾ ഇപ്പൊ ചില ഓപ്പറേഷൻസ് ഒക്കെ കണ്ടല്ലേ, ഓപ്പറേഷൻസിന് നമ്മൾ ചെന്ന് കാണുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും. പക്ഷെ ഓപ്പറേഷൻ സമയത്ത് ആ ഡോക്ടറിന്റെ ഒപ്പം തന്നെ ആ ഡോക്ടറിന്റെ സീനിയർ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡോക്ടറിനെ പരിചയപ്പെടുത്തി തരും. ബിക്കോസ് ആ ഡോക്ടർ അദ്ദേഹമാണ് ഇതിന്റെ എക്സ്പേർട്ട്, ഈ ഓപ്പറേഷനിലെ എക്സ്പേർട്ട് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനാണ് കൊടുക്കുന്നത്. ഏഹ് അദ്ദേഹത്തിന് അപ്പൊ അതുകൊണ്ടൊന്നുണ്ടോ, ആ നോർമലി നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റിന് കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതലായിരിക്കും എന്തായാലും എക്സ്പേർട്ടിന് കൊടുക്കുക. അതാണ് അവിടെ വ്യത്യാസം. ഇനി അതോറിറ്റി എന്ന് പറയുന്നത് ചില ഡോക്ടർമാരുണ്ടല്ലേ, അവര് ഓപ്പറേഷൻ തിയേറ്ററിൽ വരില്ല.
പക്ഷെ ഈ പറഞ്ഞ എക്സ്പേർട്ടുകാർക്കൊക്കെ മാർഗനിർദ്ദേശം കൊടുക്കും. അവര് ഇപ്പോഴത്തെ പല ഹോസ്പിറ്റലുകളൊക്കെ എന്താ പറയാ, സൂമിലൂടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഈ സൂമിലൂടെ അവിടെ നിന്നിട്ട് ഈ രോഗി അടുത്തില്ലാതെ ഒന്നുമില്ലാതെ അവിടെ നിന്ന് അത് ഇന്നത് ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ പറയാൻ പറ്റണമെങ്കിൽ അതതിന്റെ കാരണം അദ്ദേഹം അതോറിറ്റിയിലേക്ക് കടന്നുകൊണ്ട്, അദ്ദേഹം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എക്സ്പീരിയൻസിന് പുറമെ ഒരു അതോറിറ്റി കാറ്റഗറിയിലേക്ക് കടന്നുകൊണ്ടാ. ഇതുപോലെ തന്നെയാണ് സെയിൽസിന്റെ കാര്യത്തിലും. ഇത് ഒരു ബിസിനസിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഒരു സാധാരണ ഒരു പലചരക്കട തുടങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു ജനറൽ കാറ്റഗറിയാ. ഇനി അദ്ദേഹം കുറച്ച് സ്പെഷ്യലൈസ് ആയിട്ട് അതൊരു സൂപ്പർ മാർക്കറ്റ് എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ അത് സ്പെഷ്യലിസ്റ്റ് ആവും. ഇനി അതില് തഴക്കം പഴക്കം എന്ന വ്യക്തി എന്താ പറയാ, ഒരു ഹൈപ്പർ മാർക്കറ്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് എക്സ്പേർട്ട് ആവും. ഇനി ഈ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങി എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തി ആ ഹൈപ്പർ മാർക്കറ്റിനെ ഒന്നുകൂടി വിപുലീകരിച്ച് പല സ്ഥലങ്ങളിൽ പല ബ്രാഞ്ചസ് തുടങ്ങി നമ്മുടെ യൂസഫ് അലിയെ പോലെയൊക്കെ ഉള്ള ലെവലിലേക്ക് വരുമ്പോൾ അവരെന്താവും, അവർ പ്രീമിയം കാറ്റഗറി ആവും. അപ്പോ യൂസഫ് അലി തുടങ്ങിയതും ഇങ്ങനെ തന്നെയാണ്. ജനറലിൽ തുടങ്ങി, പിന്നെ സ്പെഷ്യലിസ്റ്റിലേക്ക് മാറി, എക്സ്പേർട്ടിലേക്ക് വന്നു, ദെൻ അതോറിറ്റിയിലേക്ക് മാറി, അവർ പ്രീമിയം ആയി. ഇതില് ആരാ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കണേ? യൂസഫ് അലി ഇപ്പൊ ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്ന വ്യക്തിയാ അല്ലെ? അപ്പോ ഈ ബിസിനസിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം വരുമ്പോൾ എന്താ, നമ്മൾ ജനറൽ കാറ്റഗറിയാ, നമുക്ക് വലിയ കാര്യമായിട്ട് നമുക്ക് എല്ലാ അറിവുകളും ഉണ്ടാവില്ല. ഓരോ കാര്യങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ, തുടക്കം വെച്ചിട്ടുള്ളൂ, ചെറിയ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തുടക്കം വെച്ച് മുന്നോട്ട് പോകും. അതിൽ നിന്നും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്താവും, നമ്മളെ സ്പെഷ്യലിസ്റ്റ് ആവും. ഇപ്പോ നമ്മളുടെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന റീന മേഡം, രഘു സാർ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോ രഘു സാറ് രഘു സാറിന്റെ രഘു സാറ് ഇപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ രഘു സാറിന്റെ അപ്ലൈൻ എന്ന് വെച്ചാൽ രഘു സാറിന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് വന്ന വ്യക്തി എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ബിസിനസ്സിലേക്ക് വരാൻ ഒരു കാരണക്കാരൻ ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മൾക്ക് ഒരാൾ ആശയം പരിചയപ്പെടുത്തി, അദ്ദേഹം നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു, അദ്ദേഹം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് എന്ന രീതിയിലേക്ക് നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു അപ്ലൈ എന്ന് പറയുന്നില്ല, അദ്ദേഹം കൂടുതലും സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. ഈ സ്പെഷ്യലിസ്റ്റിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാരാ? സ്പെഷ്യലിസ്റ്റിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൂടുതൽ ആൾക്കാരായിരിക്കും, അതിന്റെ മുകളിലുള്ള ആൾക്കാരായിരിക്കും. അവരാരാ? അവരെ എക്സ്പേർട്ട്. അവരായിരിക്കും നമ്മൾ കൂടുതലും എന്താ പറയാ, സീനിയർ അപ്ലയൻസ് എന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ലീഡർ എന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്നത് എപ്പോഴും എക്സ്പേർട്ടുകളെ ആയിരിക്കും. ഇനി എക്സ്പേർട്ടിന്റെ മുകളിൽ ആളുകളുണ്ട്, അവരെയാണ് നമ്മൾ കൂടുതലും മെന്റർമാരായിട്ട് കാണാം. കാരണം ഈ മെന്റർമാരാണ് എന്ത് ചെയ്യണേ, എക്സ്പേർട്ടിനും കാര്യം പറഞ്ഞു കൊടുക്കണേ, ഈ എക്സ്പേർട്ട് സ്പെഷ്യലിസ്റ്റിന് കാര്യം പറഞ്ഞു കൊടുക്കുന്നു, സ്പെഷ്യലിസ്റ്റ് ജനറലിന് കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. പക്ഷെ ഈ കണക്ഷൻ അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ PPTയുടെ അകത്തും കണക്ഷൻ ഉണ്ട്, പക്ഷെ ആ കണക്ഷന്റെ ലൈനിന്റെ ഇത് നോക്കി വലിയ കുറച്ച് ചെറിയ രീതിയിലല്ലേ കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ? അതിന്റെ എന്താ പറയാ, ക്ലാരിറ്റി കുറവായിട്ടുള്ള രീതിയല്ലേ ആ ലൈൻ കൊടുത്തിരിക്കുന്നത്. അതങ്ങനെയാ, കാണാൻ പറ്റാത്ത കണക്ഷനാ, പക്ഷെ എന്നാ ഇതിന് കണക്ഷൻ ഉണ്ട്. സെയിൽസിലും ഇങ്ങനെ തന്നെയാ. നമ്മൾ ആദ്യം സെയിൽസിന് പോകുന്ന സമയത്ത് നമ്മൾ ജനറൽ കാറ്റഗറിയാ. ഈ ജനറൽ കാറ്റഗറിയിൽ നിന്നും നമ്മൾ സ്പെഷ്യലിസ്റ്റിലേക്ക് കടക്കുമ്പോഴാണ് സെയിൽ കുറച്ച് കൂടാ. സ്പെഷ്യലിസ്റ്റിൽ നിന്നും എക്സ്പേർട്ടിലേക്ക് കടന്നാൽ കുറച്ചും കൂടി സെയിൽ കൂടും. എക്സ്പേർട്ടിൽ നിന്നും നിങ്ങൾ പ്രീമിയത്തിലേക്ക് കടന്നാൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും സെയിൽ നടക്കും. അങ്ങനെയാണ്. നിങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും, ഇല്ലെങ്കിൽ സാന്നിധ്യം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ വോയിസിന്റെ സാന്നിധ്യം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ നേരിട്ട് കാണണമെന്നൊന്നും ഉണ്ടാവില്ല. ഒരു വീഡിയോ കോളിലൂടെ കാര്യം പറഞ്ഞാലും ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ലെവലിലേക്ക് മാറും. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചാൽ തരാം. ജനറൽ ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് പ്രൊഡക്റ്റ് നോളജ് കുറവായിരിക്കും. ലെസ് പ്രൊഡക്റ്റ് നോളജ്, ലെസ് സെയിൽസ് സ്കില്ല്, ഫീൽഡിൽ എക്സ്പീരിയൻസ് കുറവായിരിക്കും. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ 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 കുറവായിരിക്കും. ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ വളരെ വളരെ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ അതെന്താ അങ്ങനെ പറഞ്ഞേ? സെയിൽസിന് കൃത്യസമയത്ത് എന്താ പറയാ, ഡേറ്റ് എഴുതി വെച്ച്, സമയം എഴുതി വെച്ച് സെയിൽസിന് പോണ എത്ര പേരുണ്ട്? ഏഹ് അങ്ങനെ പോണ എത്ര പേരുണ്ട്? വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അത് പറഞ്ഞപ്പോ അങ്ങനെ ഒരു കാര്യം, ഇന്ന് പോയി നാളെ പോവില്ല, നാളെ പോയി മറ്റന്ന് പോവില്ല, 2 ദിവസം പോയി, മൂന്നാമത്തെ ദിവസം ഇന്ന് മഴ, രാവിലെ ഇറങ്ങാന്ന് വെച്ചപ്പോ മഴ, ഇന്ന് വേണ്ട, 2 ദിവസം കഴിഞ്ഞ് നാളെ പോവാം. ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ടോ സെയിലിന് പോകുന്ന കാര്യത്തിന്?
ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോ നമ്മള് പറഞ്ഞു വന്ന കാര്യത്തിൽ നമ്മള് എന്താ പറയാ, നിങ്ങളുടെ ചാറ്റൊക്കെ നിങ്ങൾ എഴുതി ഇടണം കേട്ടോ. ഏഹ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറവായിരിക്കും. ഇന്ന് പോയി നാളെ പോവും, നാളെ പോയി മറ്റന്നാൾ പോവില്ല. ഏഹ് 2 ദിവസം പോയി 3-ാമത്തെ ദിവസം പോകണില്ല. അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ രാവിലെ 9 മണിക്ക് ഇറങ്ങി, നാളെ 10 മണിക്ക് ഇറങ്ങും. അതിന്റെ പിറ്റേ ദിവസം ചിലപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 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 11 മണിക്ക് ഇറങ്ങും. അതിന്റെ എന്നിട്ടാ 11 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോ തിരിച്ച് ചോറിനാൻ വരണ്ടേ. അപ്പൊ ചോറിനാൻ വരും. അത് കഴിഞ്ഞ് ചോറിന് കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോ ഉച്ച ഭയങ്കര വെയില്, കുറച്ച് നേരം ഇങ്ങോട്ട് പോവാം. അത് വേണ്ട, മഴ മഴ ഇത്തിരി നല്ലതായിട്ട് പെയ്യുന്നുണ്ട്, അതൊന്നും പറയട്ടെ, ഇതൊക്കെ മാറട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് നിന്ന് ഒരു 4 മണി ആകുമ്പോൾ 4 മണിക്ക് ചായ കുടിച്ചിട്ടുണ്ടാവാം. 4 മണിക്ക് ചായ കുടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വിചാരിക്കും ഇനിയിപ്പോ ഈ നേരത്ത് പോയിട്ട് ഇങ്ങനെ, അപ്പൊ വേണ്ട അവിടെ വെച്ചു. ഇങ്ങനെ വരുന്ന കാറ്റഗറിയാണ് ജനറൽ. ജനറൽ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാര് ഇതിലേതെങ്കിലുമൊക്കെ പെടും. പ്രൊഡക്റ്റ് നോളജ് കുറവായിരിക്കും, സെയിൽസ് സ്കിൽ കുറവായിരിക്കും, ഫീൽഡ് എക്സ്പീരിയൻസ് കുറവായിരിക്കും, പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ 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 മോശമായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സെയില് കുറവായിരിക്കും, അല്ലെങ്കിൽ സെയിൽസിലൂടെ ഉണ്ടാക്കുന്ന വരുമാനവും സെയിൽസിലൂടെ ഉണ്ടാക്കുന്ന PV യും കുറവ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് 25 ചിലപ്പോൾ എത്താൻ പറ്റാതെ വരാം. ഇനി സ്പെഷ്യലിസ്റ്റിനെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് അവര് അവർക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവും. ലിറ്റിൽ പ്രൊഡക്റ്റ് നോളജ്, കുറച്ചും കൂടി പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവും. സെയിൽസ് സ്കില്ലും കുറച്ചും കൂടി വന്നിട്ടുണ്ടാവും. ഫീൽഡിൽ എക്സ്പീരിയൻസും കുറച്ചും കൂടി വന്നിട്ടുണ്ടാവും. കാരണം എന്താ, പോയി 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 അവർക്ക് എക്സ്പീരിയൻസ് വന്നു. അപ്പോൾ ജനറല് ടച്ച് ചെയ്യാതെ സ്പെഷ്യലിസ്റ്റിലേക്ക് പോവാന്ന് വെച്ചാൽ പറ്റുമൊക്കെ ചെയ്യും, വേണമെന്ന് വെച്ചാൽ നടക്കും. മുന്നേ വേറെ മേഖലയിലൊക്കെ സെയിൽസ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇവർ ഓട്ടോമാറ്റിക്കലി വരുമ്പോൾ തന്നെ സ്പെഷ്യലിസ്റ്റിലേക്ക് കിടക്കാം. ജനറൽ ടച്ച് ചെയ്യില്ല, അപ്പൊ അങ്ങനെയും പോവാം. പങ്ക്ച്വാലിറ്റി ഉണ്ടാവും. പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാ ദിവസവും പോകും, എല്ലാ ദിവസവും പോകും സെയിൽസിന്. സമയമൊന്നും ചിലപ്പോൾ കൃത്യമായിരിക്കില്ല. ചിലപ്പോൾ ഇന്ന് 9 മണിക്കാണെങ്കിൽ മറ്റന്നാൾ ചിലപ്പോൾ 11 മണിക്കായിരിക്കും. പക്ഷെ സമയം കൃത്യമല്ലെങ്കിലും എല്ലാ ദിവസവും സെയിൽസിന് പോകും, മുടങ്ങാതെ. അതവർക്ക് അവര് മുടങ്ങാതെ പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒട്ടും മടിയില്ലാതെ. അത് എത്ര മഴ പെയ്താലും എത്ര വലിയ പേമാരി ഉണ്ടായാലും എന്ത് സംഭവിച്ചാലും ഇവർക്ക് ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നമില്ലെങ്കിൽ അവർ പോയിരിക്കും, സെയിൽസിന് പോയിരിക്കും. 1 മണിക്കൂർ സെയിൽസിന് പോയിരിക്കും. ഇവര് സ്പെഷ്യലിസ്റ്റുകാരാ, ഇങ്ങനത്തെ ആളുകൾ സ്പെഷ്യലിസ്റ്റാ. അപ്പൊ എന്താ, അവർക്ക് സെയിൽസിലൂടെ കിട്ടുന്ന വരുമാനം കൂടുതലായിരിക്കും, സെയിൽസിലൂടെ വരുന്ന PV യും കൂടുതലായിരിക്കും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പേർട്ടുകാരുടെ പ്രത്യേകത എന്താ അറിയോ? പ്രൊഡക്റ്റ് നോളജ് ഗംഭീരമായിരിക്കും. അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഏത് കസ്റ്റമർക്കും വേണ്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അറിവുണ്ടാവും. പ്രൊഡക്റ്റ് നോളജ് നല്ല രീതിയിൽ പ്രൊഡക്റ്റ് നോളജ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് നോളജിനെ അടിസ്ഥാനപ്പെടുത്തി അവർ ആളുകളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. ഇപ്പോൾ നമ്മൾ ന്യൂട്രിചാർജ് വുമണെ കുറിച്ച് പറഞ്ഞു. ആ ചേച്ചിക്ക് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മാഡത്തിന് ന്യൂട്രിചാർജ് വുമൺ വാങ്ങിക്കാൻ കഴിവില്ല, അല്ലെങ്കിൽ ഇപ്പൊ അതിനുള്ള വരുമാനം ആളുടെ കയ്യിലില്ല. ആൾ ഓട്ടോമാറ്റിക്കലി അപ്പൊ തന്നെ പ്ലേറ്റ് മാറ്റും. അപ്പൊ തന്നെ പ്ലേറ്റ് മാറ്റിയിട്ട്, പ്ലേറ്റ് മാറ്റാൻ മനസ്സിലായില്ലേ, അപ്പൊ തന്നെ ആളുടെ സ്ട്രാറ്റജി മാറ്റും. സ്ട്രാറ്റജി മാറ്റിയിട്ട് ആള് പറയും മാഡം ഒരു കാര്യം ചെയ്യും, എന്നാൽ ഞാൻ മാഡത്തിന് വേറൊരു പ്ലോട്ട് മേടിച്ചു കൊടുത്തരാം. അപ്പൊ തന്നെ അനാഥന പോലെ എടുക്കും. എന്റെ അനാഥന പോലെ പരിചയം എടുത്തു. അനാഥന പോലെ പരിചയം എടുത്തിട്ട് മാഡം ഇതിന് മാത്രമാണെങ്കിൽ സത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ദിവസം ഒരു 3 എണ്ണം വരെ മാഡം കഴിക്കാം. അപ്പൊ വായിലിട്ട് അലിയിച്ച് കഴിച്ചാൽ മതി, എപ്പോഴെങ്കിലും കഴിച്ചോ, ഒരു 3 എണ്ണം ദിവസവും മാഡം കഴിക്കും. ഏ ഇത് കഴിച്ച് നമുക്ക് കുറച്ചൊക്കെ HP ലെവലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്താം. പിന്നെ വെള്ളപ്പോക്കിനൊക്കെ നല്ലതാണ്. അപ്പോൾ മാഡം ഇത് കഴിക്ക്. വുമന്റെ കാര്യം മറക്കണ്ട, മാഡം വുമൺ വാങ്ങിക്കണം. പക്ഷെ ഇപ്പൊ തൽക്കാലം മാഡം ഇത് ഉപയോഗിച്ചു തുടങ്ങിക്കോ. എന്നിട്ട് മാഡം വുമണുള്ള ക്യാഷ് റെഡി ആകുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ക്യാഷിന്റെ കാര്യങ്ങൾ സംഭവം റെഡി ആയി കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ സംഭവം കൊണ്ടുവന്നേക്കാം. ഇങ്ങനെയും പറഞ്ഞ് അപ്പൊ തന്നെ അവര് സെയിൽ എന്തായാലും അവിടെ നടത്തും. ഇതാണ് എക്സ്പേർട്ടുകാരുടെ പ്രത്യേകത. കാരണം അവർക്ക് പ്രൊഡക്റ്റ് നോളജ് ഉണ്ട്. അവർക്ക് ഒന്ന് പറ്റിയില്ലെങ്കിൽ ഉടനെ അതിന് ബദലായിട്ട് മറ്റൊരു സാധനം കണക്ട് ചെയ്ത് പെട്ടെന്ന് അവർ കൊടുക്കാൻ നോക്കും അവര്. അത് സെയിൽസ് സ്കില്ലും ഉണ്ട്, പ്രൊഡക്റ്റ് നോളജും ഉണ്ട് നല്ല രീതിക്ക്. അതുകൊണ്ടാണ്. പിന്നെ ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഫീൽഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഗുണം എന്ന് അറിയോ, മുമ്പിൽ വെക്കുന്ന കസ്റ്റമർ
മൂന്ന് കസ്റ്റമേഴ്സ് മുമ്പിൽ നിൽക്കണമെങ്കിൽ മൂന്ന് പേർക്കും വേണ്ടത് മൂന്ന് കാര്യങ്ങളായിരിക്കും. അവരുടെ ആവശ്യങ്ങൾ മൂന്നായിരിക്കും. ഈ മൂന്ന് ആവശ്യങ്ങളെയും മനസ്സിലാക്കി മൂന്ന് തരത്തിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഈ വ്യക്തിക്ക് പറ്റും. അതാണ് എക്സ്പേർട്ടിനുള്ള പ്രത്യേകത. മോർ പങ്ക്ച്വാലിറ്റി ആയിരിക്കും. പങ്ക്ച്വാലിറ്റി തന്നെ ഗംഭീരമായിരിക്കും. എല്ലാ ദിവസവും 9 മണിക്ക് ഞാൻ സെയിലിന് പോകുന്ന പറഞ്ഞാൽ 9 മണിക്ക് ഞാൻ പോയിരിക്കും. എന്ത് നടന്നാലും അത് പങ്ക്ച്വാലിറ്റി കാര്യത്തിൽ ഭയങ്കര കൃത്യനിഷ്ഠയാണ്. ഭയങ്കര കൃത്യതയായിരിക്കും. ഓക്കെ, ഇതാണ് എക്സ്പേർട്ടുകാര്. ഇനി അടുത്ത കാറ്റഗറി സ്പെഷ്യലിസ്റ്റ്. എക്സ്ട്രാ ഓർഡിനറി നോളജ് ആയിരിക്കും. ഏഹ് ഇത് എന്താ പറയാ, എക്സ്ട്രാ ഓർഡിനറി നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ആൻസാറിനെ പോലെ അല്ലെങ്കിൽ കനകവർദ്ധനെ പോലെ എന്ന് പറയില്ലേ. ഏഹ് ഗംഭീര നോളജ് ആയിരിക്കും. ഏത് പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും എന്ത് കാര്യത്തിന് ചോദിച്ചാലും അവർക്ക് അതിന്റെ കയ്യിൽ ഉത്തരവ് ഉണ്ടാവും. നമ്മളിപ്പോ റോജമ്മളത്തിലൊക്കെ നമ്മൾ രാജൻ സാറ് സയന്റിസ്റ്റ് എന്നൊക്കെ വിളിക്കുക. കാരണം എന്താ, നമ്മുടെ തന്നെ പല പ്രോട്ടീനുകളും ഇങ്ങനെ കൂട്ടി മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഴിവ് രോജകത്തിനുണ്ട്. അപ്പോൾ അതുപോലെയുള്ള അറിവുകളുണ്ടോ, പ്രൊഡക്റ്റ് നോളജ് അറിവ് നല്ല രീതിയിലുണ്ടോ. എക്സ്ട്രാ ഓർഡിനറി സെയിൽസ് സ്കില്ലായിരിക്കും. ഇവര് 1 മണിക്കൂർ പോയാൽ മതി, പക്ഷെ 1 മണിക്കൂർ സെയിലിന് പോയാലും 3000 4000 സെയിൽ നടത്തും. അതാണ് എക്സ്ട്രാ ഓർഡിനറി സെയിൽസ് സ്കിൽ എന്ന് പറയുന്നത്. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതിലൂടെ സ്പെഷ്യലിസ്റ്റ് അല്ല ഉദ്ദേശിച്ചാണ് ഇവിടെ എന്താ പറയുക, അതോറിറ്റി ആണ് നമ്മൾ ഉദ്ദേശിച്ചാണ്. ഞാനിതിൽ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, എക്സ്പേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അതോറിറ്റിയാണ്. അപ്പോൾ അതോറിറ്റിയിലാണ് നമുക്ക് എന്ത് പറയുന്നത്, എക്സ്ട്രാ ഓർഡിനറി ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഷെഡ്യൂൾഡ് ആയിരിക്കും. എല്ലാ ദിവസത്തെയും കാരണം ഷെഡ്യൂൾ ആയിരിക്കും. കൃത്യമായിട്ട് നമ്മൾ ഈ നാലാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഷെഡ്യൂൾ ഉണ്ടാവും. അതോറിറ്റിയുള്ള ആൾക്കാർക്ക് ഷെഡ്യൂൾ ഉണ്ടാവും. അവർക്ക് എല്ലാ ദിവസവും ഇന്ന ദിവസം എന്താണ്, ഏത് വഴി എവിടേക്കാണ് പോകേണ്ടത്, ഏത് റൂട്ടിലേക്കാണ് പോകേണ്ടത്, അവിടെ നമ്മൾ ഓൾറെഡി മുന്നേ കൊടുത്തുള്ള കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കൃത്യമായ ഡാറ്റ ഷെഡ്യൂൾ ചെയ്ത് കീപ്പ് ചെയ്യുന്നവരായിരിക്കും അതോറിറ്റിയുള്ള ആൾക്കാർ. അതോറിറ്റിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടാവും. അവര് ഷെഡ്യൂൾഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവരെല്ലാ ദിവസവും സെയിലിനൊക്കെ പോകുന്നുണ്ടാവും. ചിലപ്പോൾ എല്ലാ ദിവസവും സെയിലിന് പോകുന്നുണ്ടാവില്ല. പക്ഷെ പോകുന്ന ദിവസം ചിലപ്പോൾ 5000 10,000 രൂപയുടെയൊക്കെ സെയിൽ നടത്തിയിട്ട് പോരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായൊരു ഡാറ്റ അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. അതോറിറ്റിക്കാർ എപ്പോഴും ഡാറ്റ കീപ്പ് ചെയ്യും. അതാണ് അവർ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പം ഇന്നിപ്പോൾ 20-ാം തീയതി അല്ലെങ്കിൽ അല്ല, ഇന്ന് 20-ാം തീയതി അല്ലേ, ഇന്ന് 20-ാം തീയതി. ഇന്ന് 20-ാം തീയതി ഈ 20-ാം തീയതി ഞാൻ 10 മണിക്ക് ഇറങ്ങും. 10 മണിക്ക് ഇറങ്ങിയാൽ എൻ്റെ ഇന്ന റൂട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ആ റൂട്ടിൽ എൻ്റെ കയ്യിൽ നിന്ന് ഓൾറെഡി MRPയിൽ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ആരൊക്കെ, അവരുടെ ഡീറ്റെയിൽസ് കയ്യിലുണ്ടാവും. ആ MRPയിൽ വാങ്ങിച്ച കസ്റ്റമേഴ്സിന് അവർക്ക് എന്തൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കൊടുത്തത്, അതും എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ എഴുതി ഡാറ്റ കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അവർക്ക് ആ ഡാറ്റ ഞാൻ വെച്ചിട്ട് അവരുടെ വീട് ഞാൻ വീണ്ടും കയറും, ഫോളോ അപ്പിന് വേണ്ടി വീണ്ടും കയറും. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതേ റൂട്ടിൽ ഞാൻ പുതിയ കസ്റ്റമേഴ്സ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാതെ പോയ അല്ലെങ്കിൽ കയറാൻ പറ്റാതെ പോയ വീടുകളുണ്ട്, അവിടേക്ക് എനിക്ക് എത്തണം. അതിനും ഞാൻ അവിടെ കയറും. ആ കാര്യങ്ങൾ നമ്മൾ ഡാറ്റ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവിടെ കയറേണ്ട കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിന് വേണ്ടി പോർട്ടലും കയ്യിലുണ്ടാവും. ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞ് 6 മണിക്ക് അല്ലെങ്കിൽ 5:30ക്ക് ഞാൻ ആ റൂട്ടിൽ നിന്നും പോരും. 5:30ക്ക് ഞാൻ ആ റൂട്ടിൽ നിന്ന് പോരുള്ളൂ. അതുവരെ എൻ്റെ പ്രവർത്തനം മുഴുവൻ ആ റൂട്ടിൽ തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള വർക്കായിരിക്കും അതോറിറ്റിക്കാർ ചെയ്യുക. ഈ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള വർക്കാണ് അവരെ സംബന്ധിച്ച് അവർക്ക് 10 ദിവസം സെയിലിന് പോയിട്ടുള്ളെങ്കിലും 25,000 PV അവരുണ്ടാക്കും. 10 ദിവസം പോയിട്ടുള്ളെങ്കിലും 25,000 PV ടേൺ ഓവർ, 25,000 PV വരെ സെയിൽസ് ചിലപ്പോൾ അവർ ചെയ്തു എന്ന് വരും. അതാണ് ഈ എക്സ്പേർട്ട് അതോറിറ്റിയും ഒക്കെ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പ്രത്യേകത. അതോറിറ്റിക്കാർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതാ. ഏറ്റവും പ്രധാന കാര്യമാണ് സെയിൽസിൽ ഡാറ്റ കീപ്പ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരാണോ, നിങ്ങൾക്ക് സെയിൽസിന് പോയി പരിചയമില്ല, അറിവ് പ്രൊഡക്റ്റ് നോളജ് കുറവാണ്, നോ പ്രോബ്ലം. നിങ്ങളൊരു ഡാറ്റ കീപ്പ് ചെയ്യും. ഇപ്പോഴേ ഒരു ഡാറ്റ ഉണ്ടാക്കുക. നിങ്ങൾ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഡാറ്റ, അവര് വാങ്ങിച്ച ഉൽപ്പന്നങ്ങളുടെ ഡാറ്റ, അവര് എന്നാണ് വാങ്ങിച്ചത്, അവരത് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നാണ്, ഉപയോഗിച്ച് തുടങ്ങിയിട്ട് അവരുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ആ ഫീഡ്ബാക്ക്, ഇതെല്ലാം നമ്മൾ എഴുതി വെക്കുന്ന ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക. ഒരുപാട് ഗുണം ചെയ്യും. ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും. ഭയങ്കരമായ റിസൾട്ട് അതിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം
നിങ്ങൾക്ക് ഫോളോ അപ്പിലൂടെ ബിസിനസ് അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഈ സെയിൽസിൽ നിന്നും ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് ബിസിനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ എൻ്റെ കസ്റ്റമറിന്റെ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഡാറ്റ എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം. ഓക്കെ. ഇപ്പോ ജസ്റ്റ് ഒരു ചെറിയൊരു സെയിൽസ് ചെയ്താൽ കിട്ടുന്ന ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ നോർമലി ഒരു FMCG കൺസെപ്ഷൻ, നമ്മുടെ പൊതു മാർക്കറ്റിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, ഒരു വീട്ടിലേക്ക് ഒരു 5000 രൂപയുടെ സാധനം ഒരു കുടുംബത്തിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുടുംബത്തിലേക്ക് ഒരു ആവശ്യം ഉണ്ട്. 5000 രൂപയുടെ സാധനങ്ങൾ അത് RCM നിന്ന് വാങ്ങിക്കണമെങ്കിൽ 4000 രൂപയുടെ MRP സാധനങ്ങളാണ്. നമുക്ക് ഐഡിയ എടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ സെയിൽസിന് പോകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, സെയിൽസ്മാൻ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്നത് 3000 രൂപയ്ക്കാണ്. 3000 രൂപയ്ക്ക് അത് കിട്ടാനുള്ള അവസരം കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് പ്രൈസ് ഏകദേശം 3000 രൂപയ്ക്കൊക്കെ വരുള്ളൂ. 5000 രൂപയ്ക്ക് 4000 രൂപ സാധനം പറയുമ്പോൾ 3000 രൂപയ്ക്ക് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് വരും. അപ്പോൾ ഒരു ആവറേജ് PV, ഒരു 1500 PV ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. 34 കുടുംബത്തിലേക്ക് ഒരു മാസം സെയിൽ ചെയ്യാൻ പറ്റിയാൽ 51000 PV ആണ്. ഇത്രയും രൂപയുടെ ഉൽപ്പന്നങ്ങൾ, നോർമൽ ആയിട്ടുള്ള FMCG ഉൽപ്പന്നങ്ങൾ. FMCG ഉൽപ്പന്നങ്ങൾ, നോർമലായുള്ള FMCG ഉൽപ്പന്നങ്ങൾ ഒരു 5000 രൂപയുടെ പുറമേ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം അവരെ കസ്റ്റമറിന് എന്ത് ചെയ്യണം, 4000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന രീതിക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ 51000 PV ജനറേറ്റ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ 34,000 രൂപ ക്യാഷ് ഉണ്ടാവും. 34,000 രൂപ ക്യാഷ് ഉണ്ടാവും. 5000 രൂപയുടെ ഫ്രീ പോർട്ട് അത് 6 മാസം കഴിയുമ്പോൾ കിട്ടുന്നതാണ്. ക്യാഷ് അവാർഡ് 30,000 രൂപയുടെ ക്യാഷ് അവാർഡും കിട്ടും. ബട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കയ്യിൽ എന്നിട്ടുണ്ടാവുക 34,000 രൂപ ക്യാഷ് കയ്യിലുണ്ടാവും. 51000 PV ജനറേറ്റ് ചെയ്യും. ഇനി ഇത് പറ്റില്ലേ, 17 കുടുംബത്തിൽ കൊടുത്തോ. 17 വീട്ടിൽ കൊടുത്താൽ 25,500 PV ആണ്. 17,000 രൂപയുടെ പ്രൊഡക്റ്റ് ക്യാഷ് കയ്യിൽ കിട്ടും. ഇനി അതും പറ്റില്ലേ, 7 കുടുംബത്തിൽ കൊടുത്തോ. 7 വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങൾ, ന്യൂട്രി ചാർജും കേസുകളും ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിത്യോപയോഗ സാധനങ്ങൾ 7 കുടുംബത്തിൽ കൊടുക്കാൻ പറ്റിയാൽ 15,500 PV ആണ്. 7,000 രൂപ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മണി ഉണ്ടാവും, ഇൻസ്റ്റന്റ് ആയിട്ട് ക്യാഷ് ഉണ്ടാവും. 15,500 PV ജനറേറ്റ് ചെയ്യും. ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിച്ചാൽ പോരെ, അല്ലേ? ഏത് വേണമെങ്കിൽ തീരുമാനിക്കാം. ഇതിൽ 34 കുടുംബത്തിലേക്ക് കൊടുക്കുന്നത് അതോറിറ്റിക്കാരായിരിക്കും. 17 കുടുംബത്തിലേക്ക് എക്സ്പേർട്ടുകാരെ കൊടുക്കുക. 7 കുടുംബത്തിലേക്ക് സ്പെഷ്യലിസ്റ്റുകാർ കൊടുക്കും. ജനറൽ ആൾക്കാർക്ക് ചിലപ്പോൾ 7ഉം പറ്റില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ എന്ത് വേണം എന്നുള്ളത് അവരവരുടെ താല്പര്യമാണ്, അല്ലേ? എനിക്ക് ഇത് വേണോ, വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ജനങ്ങളിലേക്ക് കറക്റ്റായിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു പറഞ്ഞു, നമ്മൾ കലയാണ്, അതൊരു സൈക്കോളജിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കി നമ്മളുടെ പ്രൊഡക്റ്റ് നോളജും സെയിൽസ് സ്കില്ലും എക്സ്പീരിയൻസും കൂട്ടണം. അപ്പം മാത്രമേ നിങ്ങൾക്ക് സെയിൽ കൂടുള്ളൂ. ഇനി സെയിലിന് പോകുന്നത് എന്തിനാ? ഇപ്പൊ സെയിൽ കൂടുന്നതിന് ഉള്ള ഒരു പ്രധാനമായുള്ള ഭാഗം ഞാൻ പറഞ്ഞു തന്നു. ഈ 4 കാര്യങ്ങൾ നടക്കണം. മൂന്ന് കാര്യങ്ങൾ അതിന്റെ കൂടെ എന്തുണ്ടായിരിക്കണം, പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം. അതും അതോറിറ്റിക്കാരുടെ പോലത്തെ പങ്ക്ച്വാലിറ്റി ഉണ്ടായാൽ വളരെ നല്ലത്. ഡാറ്റ കീപ്പ് ചെയ്ത് ഷെഡ്യൂൾ ഉണ്ടാക്കി സെയിൽസിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിലേക്കുള്ള ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ കിട്ടുക. ഓക്കെ. ഇനി ഇതൊരു വശം. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ ചെയ്യാൻ അറിവ്, കഴിവ്, എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. ഷെഡ്യൂള് നമ്മൾ ഉണ്ടാക്കുക തന്നെ വേണം. അല്ലാണ്ട് വേറെ ആരും വന്ന് ഉണ്ടാക്കി തരില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കി തരണം, ഉണ്ടാക്കണം, നമ്മളായിട്ട് സ്വയം പരിചയപ്പെടുത്തണം. ഇതൊക്കെ ചെയ്യണം. അപ്പോഴും നമ്മുടെ ഉള്ളിൽ ചിന്ത വരും, അല്ല ഇതിപ്പോൾ എന്തിനു ചെയ്യണേ, ഇതിൻ്റെ ആവശ്യം എന്നുള്ള, ഞാൻ നിന്നത് ഇപ്പം ചെയ്യണാവോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരാം. അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പേഴ്സും അവരുടെ ഉള്ളിൽ വരാം, അല്ല ഇപ്പം ഞാൻ എന്നും സെയിലിന് പോവാം, സാറ് എടുത്ത് വെച്ചാൽ സാറ് എപ്പോഴും പറയും സെയിലിന് പോകാൻ, എന്തിനാണാവോ എപ്പോഴും സെയിലിന് പോകണാവോ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പലരുടെ ഉള്ളിൽ വരാം. സ്വാഭാവികമാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്തിനാ സെയിലിന് പോകണേ. സെയിലിന് പോകുന്നത് ഒരിക്കലും ജീവിതകാലം മുഴുവൻ സെയിൽ ചെയ്ത് ജീവിക്കാനല്ല. RCM നിങ്ങൾ എത്ര കാലം ഉണ്ടോ അത്രയും കാലം സെയിൽ ചെയ്യാൻ വേണ്ടിയല്ല സെയിലിന് പോകുന്നത്. സെയിൽസിലൂടെയാണ് എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, ടീമിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
അതെന്താ, സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ ആളുകളിലേക്ക് എത്തും. പുതിയ പുതിയ ആളുകളിലേക്ക് എത്തും. ആ പുതിയ പുതിയ ആളുകളിൽ നിന്നാണ് പുതിയ പുതിയ ജോയിനിങ് വരാം. ഈ പുതിയ പുതിയ ജോയിനിങ്ങിനെ വീണ്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് അത് നമ്മളുടെ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ഏറ്റെടുക്കുന്ന ടീം മെമ്പേഴ്സ് ആയിട്ട് മാറാം. ആ ടീം മെമ്പേഴ്സിനെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് അവരെന്തായി മാറാം, അവർ ലീഡേഴ്സ് ആയിട്ട് മാറാം. അതേ ആളുകളെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് ലീഡേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ലീഡർമാരെ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റർ ആയിട്ട് മാറും. ഇങ്ങനെയുള്ള തലങ്ങളിലേക്ക് കടന്നു പോകുന്നതിന്റെ തുടക്കം എവിടെന്ന? സെയിലിന്ന്. അപ്പൊ സെയിലിന് പോകണ്ടേ? എനിക്ക് ടീമില്ല സാറേ. നിങ്ങൾ സെയിലിന് പോകണില്ല, അതാണ് എന്റെ കാരണം. ചിലർ പറയാറില്ലേ, എനിക്ക് ടീമില്ല സാറേ, ഞാൻ കുറെ കാലമായി കിടന്ന് നടക്കുന്നു, ടീമായിട്ടില്ല, സെക്കൻഡ് സൈഡും വന്നിട്ടില്ല, എ സൈഡും അങ്ങട് അങ്ങട് വിചാരിച്ച പോലെയാണ് പോണില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പ്രധാന കാരണം, ആർക്കാണോ അങ്ങനെ തോന്നണേ ആ വ്യക്തി സെയിലിന് പോണില്ല. ഇനി സെയിലിന് പോകുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ തൽക്കാലത്തെ പെട്രോൾ അടിക്കാനുള്ള കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പോകുന്നതാണ് സെയിലിന്. അല്ലാതെ ഒരു ടീം വർക്കിന് വേണ്ടി, ഒരു ടീമിനെ ഉണ്ടാക്കണം എന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്യുന്നതായിരിക്കില്ല സെയില്. ഗ്യാരണ്ടിയാ. ഇത് അംഗീകരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ അത് നിങ്ങളുടെ ഫീലിങ്സ് അറിയിക്കാം. ഇത് ഞാൻ പറഞ്ഞ കാര്യം. സുമതി വേണം കറക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏഹ് അത്രേ ഉള്ളൂ. അപ്പോ ടീം വർക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ടീമിലേക്ക് പോകാനുള്ള ഒരു മീഡിയമാണ് സെയില്. ടീം വർക്കിലേക്ക് പോകാനുള്ള ഒരു മീഡിയമാണ് സെയില്. അല്ലാതെ സെയില് ചെയ്ത് എന്താ പറയാ ലക്ഷാധിപതി ആയിട്ട് മാറാൻ വേണ്ടി അല്ല. സെയില് ഇപ്പോ തൽക്കാലം നിങ്ങളുടെ ഒരു വരുമാനത്തിന് വേണ്ടി ആണെങ്കിലും ടീമിനെ അതിൽ കൂടെ, ടീമിനെ ഉണ്ടാക്കാനും കൂടി അതിന്റെ പ്രവർത്തനം പിന്നെയും കൂടെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ടീം വർക്ക് ഉണ്ടാവും. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ, 25,000 PV ചെയ്യുന്ന ഒരാള്, 25,000 PV ചെയ്യുന്ന ഒരാൾക്ക് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 2,000 രൂപയുടെ സാധനങ്ങൾ വേണമെങ്കിൽ ഒരു എത്ര വീട്ടിൽ കൊടുക്കണം? അല്ലെ, വേണ്ട, ഒരു 1,000 രൂപയുടെ സാധനം 50 വീട്ടിൽ കൊടുത്താൽ 25,000 PV വരും. 1,000 രൂപയുടെ സാധനം 50 വീട്ടിൽ കൊടുത്താൽ 25,000 രൂപയുടെ സെയിൽ വരും. ശരിയല്ലേ? ഇനി 1,000 PVയുടെ സാധനം 25 വീട്ടിൽ കൊടുത്താലും 25,000 PVയുടെ സെയിൽ വരും. കറക്റ്റ് അല്ലേ? 1,000 രൂപയുടെ 50 വീട്ടിൽ കൊടുത്താൽ 25,000 PV ആണ്. 1,000 PVയുടെ 25 വീട്ടിൽ കൊടുത്താൽ 25,000 PV ആണ്. ഏതാ എളുപ്പം? ഏതാ എളുപ്പം? എളുപ്പം 1,000 PVയുടെ 25 വീട്ടിക്കാന്ന് നമുക്ക് തോന്നും. പക്ഷെ എളുപ്പം അതല്ല. അത് ആർക്ക് എളുപ്പാ? എക്സ്പേർട്ടുകാർക്ക് അത് എളുപ്പാ. എക്സ്പേർട്ടുകാർക്ക് 1,000 PVയുടെ 25 വീട്ടിക്ക് മതി, അവർക്ക് അത് എളുപ്പാ. പക്ഷെ ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, ജനറൽ കാറ്റഗറിയിലോ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരോ, അവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും എളുപ്പം എന്താ പറയുക? 1,000 രൂപയുടെ 50 വീട്ടിലേക്ക് ഉൽപ്പന്നം എത്തിക്കുന്ന. ഇങ്ങനെ 1,000 രൂപയുടെ 50 വീട്ടിലേക്ക് ഉൽപ്പന്നം എത്തിക്കുമ്പോൾ ഒരു നമ്മുടെ ഡാറ്റ കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ ഡാറ്റ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ആൾക്കാരുണ്ട്? പ്രോസ്പെക്റ്റ് ഉണ്ട്? 50. 50 പ്രോസ്പെക്റ്റ് ഉണ്ട്. ഈ 50 പ്രോസ്പെക്റ്റിൽ നിന്ന് അടുത്ത മാസം ഫോളോ അപ്പിലൂടെ 50 പ്രോസ്പെക്റ്റിൽ നിന്ന് മിനിമം 10 ജോയിനിങ് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ഏറ്റവും കുറഞ്ഞത് 10 ജോയിനിങ് കൺവേർട്ട് ചെയ്യാം. 10 ജോയിനിങ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ വീണ്ടും പുതിയ 10 വരെ കണ്ടെത്തുന്നു. അങ്ങനെ 50 അവിടെ കോട്ട തയ്ച്ച് പോകണമെന്ന് ചോദിക്കും. ഒരു വർഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ 120 അസോസിയേറ്റ് ബയേഴ്സ് ഉള്ള ഒരു ടീം നിങ്ങൾക്കുണ്ടാവും. ആ 120-ൽ 1,500 PV എത്ര പേരുണ്ടാവും? 2,500 PV ചെയ്യണവർ എത്ര പേരുണ്ടാവും? 5,000 PV ചെയ്യണവർ എത്ര പേരുണ്ടാവും? 10,000 PV ചെയ്യണവർ എത്ര പേരുണ്ടാവും? നിങ്ങൾ ചെയ്യുന്നത് കണ്ട്, വരുമാനം ഉണ്ടാക്കുന്നത് കണ്ട് 25,000 PV ചെയ്യുന്നവരും അതിൽ നിന്നും ഉണ്ടാകാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്താ ഉണ്ടാവുക? ഒരു വർഷം കൊണ്ട് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു വർഷം കൊണ്ട് വേണമെങ്കിൽ റോയൽറ്റിയും എത്താം, ഇങ്ങനെ ചെയ്തു പോയാൽ. പക്ഷെ ഇതിലെ ഏറ്റവും പ്രധാന കാര്യം എന്താ? സെയില് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. അതിനാണ് വലിയ ടാർഗറ്റ് വെച്ച് പോകാൻ പറയണേ. അതുപോലെ തന്നെ ആ പോകുന്ന വീടുകളിലൊക്കെ ഡാറ്റ കീപ്പ് ചെയ്യണം. അത് വെച്ച് ഫോളോ അപ്പ് ചെയ്യണം. ആ ഡാറ്റ വെച്ച് ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതിനാണ് വലിയ ടാർഗറ്റ് എടുക്കാൻ പറയണേ. അപ്പൊ ടാർഗറ്റുകളും ഓഫറുകളും, ഈ സെയിലിന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ടാർഗറ്റുകളും ഓഫറുകളും, വലിയ ടാർഗറ്റും ഓഫർ എടുക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും.
കാരണം എന്താ, നാളെ അത് വലിയൊരു ടീം വർക്കിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് സഹായിക്കും. അവിടെയാണ് ടാർഗറ്റുകളുടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കണം, കമ്പനി എന്തിനിങ്ങനെ കുറെ ടാർഗറ്റ് വരണേ. ഏഹ് കമ്പനി കുറെ ടാർഗറ്റ് വരുന്നത് എന്തിനാണ് ഈ കമ്പനി ഇങ്ങനെ തരുന്നതോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അവിടെയും മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, ടാർഗറ്റ് തരുന്നതും ഓഫറുകൾ തരുന്നതും എന്തിനാ? നമ്മുടെ വളർച്ചയ്ക്കാ. ആരാണോ ഇത് കൂടുതൽ കൂടുതൽ ഏറ്റെടുക്കുന്നത് അവർക്ക് ഇതിന്റെ കൂടുതൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. കൺഫേം ആണ് ആ കാര്യം. ഓക്കെ. അപ്പോ നമ്മളുടെ ടാർഗറ്റുകളും ഓഫറുകളും ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്നുകൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം, നമ്മുടെ ന്യൂട്രിചാർജ് തന്നിട്ടുള്ള, കേരളത്തിന് വേണ്ടി മാത്രം തന്നിട്ടുള്ള ഒരു ഓഫറാണ്. മെയ് മാസം 1-ാം തീയതി തുടങ്ങി ജൂൺ 30-ാം തീയതി വരെയാണ് ഇതിന് സമയം തന്നിട്ടുള്ളത്. അപ്പോൾ 2 മാസം കൊണ്ട് കമ്പൈൻ ചെയ്താൽ മതി. ഓരോ മാസം ഇത്ര ചെയ്യണം നിർബന്ധമില്ല. 2 മാസം കൂടി കൂടുമ്പോൾ നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ആക്കിയാൽ മതി. അപ്പൊ അതില് കിട്ടുന്നൊരു കാര്യം, 20 സിറ്റികളിലായിട്ട്, ചിലപ്പോൾ അതിൽ കൂടുതൽ സിറ്റികൾ ഉണ്ടാവും, പക്ഷെ 20 സിറ്റിയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 20 സിറ്റികളിലായിട്ട് റിവാർഡ്സും റെക്കഗ്നേഷൻ പ്രോഗ്രാംസും ഒക്കെ ന്യൂട്രിചാർജ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ സിംഗിൾ എൻട്രി കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, 15 പീസ് ന്യൂട്രിചാർജ് വുമൺ സെൽഫ് ഐഡിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ അനദർ ഓപ്ഷൻ, വുമൺ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, വേണ്ട, 5000 PV ചെയ്തോ. ന്യൂട്രിചാർജിന്റെ എല്ലാ പ്രൊഡക്റ്റും വെച്ചിട്ട് 5000 PV ചെയ്തോ. മൊത്തം പ്രൊഡക്റ്റ് വെച്ച് 5000 PV ചെയ്താലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് സിംഗിൾ എൻട്രി കിട്ടും. അപ്പൊ 2 മാസം കൊണ്ട് ചെയ്താൽ മതി കേട്ടോ. 2 മാസം കൊണ്ട് 5000 PV എന്നൊക്കെ പറയുന്നത് എനിക്ക് അറിയോണ്ടിരിക്കുന്ന ഓപ്പണർ ആൻഡ് അബൂ ലീഡേഴ്സിന് സിമ്പിൾ കാര്യമാണ്. അപ്പൊ ഇത് നിങ്ങൾക്കുള്ള ഓഫർ അല്ല, ഇതാർക്കുള്ളതാ? നിങ്ങളുടെ കൂടെ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ളതാ. ഓക്കെ. അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. നമ്മളിതൊന്നും നോക്കരുത്, നമുക്ക് ഇതിന്റെ മുകളിലുള്ള പിടിക്കാൻ പാടുള്ളൂ. കാരണം നമ്മളൊക്കെ ഓപ്പണർ ആൻഡ് ബിൽഡേഴ്സ് ഒക്കെ കുറച്ചും കൂടി സീനിയേഴ്സ് കാറ്റഗറി അല്ലേ. അപ്പോൾ അടുത്ത തലം ഏതാ? 15,000 PV. 30 വുമൺ വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ 15,000 PV ചെയ്യാം. അപ്പൊ ഇവിടെ 2 എൻട്രി കിട്ടും, കപ്പിൾ എൻട്രി കിട്ടും. നേരത്തെ പറഞ്ഞതിൽ 15 പീസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ 5000 PV ചെയ്യുന്നതിലോ സിംഗിൾ എൻട്രി ആണ്, ഒറ്റയ്ക്കാണ് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അവിടെ ഒരു ബാഡ്ജും സർട്ടിഫിക്കറ്റും കിട്ടും, അനിമിയാസ മിക്തി എന്നുള്ള ബാഡ്ജും കിട്ടും, അവിടെ സർട്ടിഫിക്കറ്റും കിട്ടും. എന്നാൽ 30 ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് കപ്പിൾ എൻട്രി കിട്ടും. 2 എൻട്രിയാണ് ആ പ്രോഗ്രാമിന് കിട്ടുന്നത്. 15,000 PV അല്ലെങ്കിൽ 15,000 PV. ഒന്നെങ്കിൽ 30 വുമൺ ചെയ്യാം, അല്ലെങ്കിൽ 15,000 PV ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, രണ്ടും കൂടി ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. 15,000 PV ചെയ്യാം. അപ്പൊ അനിമിയാസെ മുക്തി എന്നുള്ള ബാഡ്ജ് കിട്ടും. ന്യൂട്രിചാർജിന്റെ വുമന്റെ ബുക്ക്ലെറ്റ് കിട്ടും, നല്ല അടിപൊളി ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, അത് കിട്ടും. ന്യൂട്രിചാർജിന്റെ ടീഷർട്ട് കിട്ടും. 2 എൻട്രി, പ്രോഗ്രാമിന് 2 എൻട്രി കിട്ടി. ഇനി 60 ചെയ്യാം, അതല്ലെങ്കിൽ 2 മാസം കൊണ്ട് 60 ആക്കാം, അല്ലെങ്കിൽ 2 മാസം കൊണ്ട് 25,000 PV ന്യൂട്രിചാർജ് ആക്കാം. ന്യൂട്രിചാർജിന്റെ ഏത് പ്രോട്ടീൻ വെച്ചാൽ 25,000 PV ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ അവിടെ അവർക്ക് കപ്പിൾ എൻട്രി തന്നെയാണ് കിട്ടുന്നത്. അനിമിയാസെ മുക്തി എന്നുള്ള ബാഡ്ജ് കിട്ടുന്നുണ്ട്, വുമന്റെ ബുക്ക്ലെറ്റ് കിട്ടുന്നുണ്ട്, വേസ്റ്റ് കോട്ട് കിട്ടും. ന്യൂട്രിചാർജിന്റെ വേസ്റ്റ് കോട്ട് അവർക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. ഇനി 100 പീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട്, വുമൺ ടാബ്ലറ്റ് 100 പീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് ഒന്നെങ്കിൽ 100 പീസ് ചെയ്യാം, അതല്ലെങ്കിൽ 50,000 PV കംപ്ലീറ്റ് ചെയ്യാം. 2 മാസം കൊണ്ട് 50,000 PV കംപ്ലീറ്റ് ചെയ്യാം. ഇവർക്ക് അനിമിയാസെ മുക്തി എന്നുള്ള ബാഡ്ജ്, ന്യൂട്രിചാർജിന്റെ വുമൺ ബുക്ക്ലെറ്റ്, വേസ്റ്റ് കോട്ട്, അതുപോലെ തന്നെ സ്റ്റാൽ വാർട്ടിന്റെ ട്രോഫി, ഈ ഇത്രയും കാര്യങ്ങളാണ് ഇവർക്ക് കിട്ടുക. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഏത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പുതിയ ആൾക്കാർക്ക് കൂടുതലും ചിലപ്പോൾ 5000 PV ആയിരിക്കും ചെയ്യാൻ പറ്റുക. പക്ഷെ അത് നമ്മളതിന് വിചാരിക്കരുത്, നമ്മളതിന് മുകളിലേക്ക് പിടിക്കാൻ നോക്കണം. എപ്പോഴും എപ്പോഴും വലിയ ടാർഗറ്റ് എടുത്ത് പ്രവർത്തിക്കണം. അപ്പോഴാണ് അത് എത്തിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ തൊട്ടടുത്തുള്ളതിനും നമുക്ക് പിടിക്കാൻ പറ്റുക. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞ എന്തുള്ള, നമ്മുടെ റിഫ്രഷർ, ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് റിഫ്രഷർ 2 തരത്തിലുള്ള റിഫ്രഷർ ഓഫർ വന്നിട്ടുണ്ട്. ഒരെണ്ണം അസോസിയേറ്റ് ബയേഴ്സിനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലേഴ്സ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് 120 പീസ്. 2 മാസം കൊണ്ട് 120 ചെയ്താൽ മതി. ഇതൊക്കെ നിസ്സാര കാര്യമാണ്, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഡ്രിങ്ക് ഉപയോഗിക്കുന്നവരെല്ലാവരും അല്ലെ, റിഫ്രഷർ ഉപയോഗിക്കുന്നവരാ. അപ്പൊ 120 പീസ് റിഫ്രഷർ നമ്മുടെ പേരിൽ ബില്ലടിച്ചാൽ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് റെയിൻ കോട്ട് ഫ്രീ ആയിട്ട് കിട്ടി. ഇനി ഷോപ്പുകാരെ സംബന്ധിച്ചിട്ട് അവർക്ക് സെപ്റ്റംബർ വരെ സമയമുണ്ട്. അസോസിയേറ്റ് ബയേഴ്സിന് വരുന്ന 30-ാം തീയതി വരെ സമയമുള്ളൂ. പക്ഷെ ഷോപ്പുകാർക്ക് അങ്ങനെയല്ല. ഷോപ്പുകാർക്ക് അവർക്ക് സെപ്റ്റംബർ വരെ സമയമുണ്ട്. മെയ് മാസം മുതൽ സെപ്റ്റംബർ വരെ സമയമുണ്ട്. 3000 പീസ് അവർക്ക് ബില്ലടിക്കാൻ പറ്റിയാൽ, സെയിൽ ചെയ്യണം നിർബന്ധമില്ല, ഡിപ്പോയിൽ നിന്നും പർച്ചേസ് ചെയ്താൽ മതി. ഡിപ്പോയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന 3000 പീസ് പർച്ചേസ് ചെയ്യാൻ പറ്റിയാൽ ഒരു 50 ലിറ്ററിന്റെ
വിസി കൂളർ കിട്ടും. ഇനി 6000 യൂണിറ്റ് ചെയ്യാൻ പറ്റിയാൽ അത് 105 ലിറ്ററിന്റെ വിസി കൂളറായിട്ട് മാറും. 9000 യൂണിറ്റ് ചെയ്യാൻ പറ്റിയാൽ 200 ലിറ്ററിന്റെ വിസി കൂളറായിട്ട് മാറും. ഇങ്ങനെ കാണാൻ പറ്റുന്ന ആ ഒരു ഫ്രിഡ്ജ് ടൈപ്പിന്റെ സാധനത്തിനെയാണ് പറയണത്, തണുപ്പിക്കാനുള്ള ഒരു ഇതിനെയാണ് പറയുന്നത് വിസി കൂളർന്ന്. ഇത് നമുക്ക് കിട്ടും. ഇത് ഷോപ്പുകാർക്കുള്ളതാ, PUC-കാര്, വണ്ടർവേൾഡ് കുക്കുകാർക്ക് ഉള്ളതാണ് ഈ ഒരു കാര്യം. ഓക്കെ, ഇനി ഇതൊരു റിഫ്രഷറിന്റെ ഇതാണ്. നമുക്ക് റിഫ്രഷർ മാത്രം വേണമെങ്കിൽ 5000 PV ചെയ്യാം. 100 ചെയ്യുമ്പോൾ 5000 PV ആയി, 5040 PV ആയി. റെയിൻകോട്ടും കിട്ടി. ഡയമണ്ട് ക്ലബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റും. പുതിയ ആൾക്കാർക്ക് ഡയമണ്ട് ക്ലബ് കംപ്ലീറ്റ് ചെയ്യാലോ. ന്യൂട്രി ചാർജിന്റെ ഫസ്റ്റത്തെ സ്ലാബ് ഏത് 5000 PV ചെയ്ത് 20 സിറ്റികളിൽ നടക്കുന്ന പ്രോഗ്രാമിൽ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് സിംഗിൾ എൻട്രിയും ബാഡ്ജും സർട്ടിഫിക്കറ്റും കിട്ടാനുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ഒറ്റ 120 പീസ് റിഫ്രഷർ ചെയ്യുന്നതിലൂടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഒരു ബെനിഫിറ്റ് ആണ്. ഇനി ഗുഡ്ഡോട്ട് ഗുഡ്ഡോട്ട് നമുക്ക് തന്നിട്ടുള്ള ഓഫറാണ്. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായിട്ട് വരുന്നു ഇതിന്റെ ഇത് വരുന്നത്. അപ്പോൾ ഓരോ മാസം ചെയ്യണം എന്ന് പറഞ്ഞിരുന്ന കാര്യത്തിലൊക്കെ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 3 കൂടി കമ്പൈൻ ചെയ്തു. അതാണ് 3 months കമ്പൈൻഡ് എന്ന് എഴുതിയാണ്. ഓക്കെ, 3 മാസം കൂടി കൂട്ടുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ സ്ലാബ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഏത് സ്ലാബ് വേണമെങ്കിലും ചെയ്യാം. 3 മാസം കൂടി കൂട്ടുമ്പോൾ സ്ലാബ് കംപ്ലീറ്റ് ആയാൽ മതി. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ 3 മാസം കൊണ്ട് 3000 PVക്ക് മുകളിൽ ചെയ്യുന്ന വ്യക്തിക്ക് ഫ്രീ എൻട്രി, ഫ്രീ ഗുഡ്ഡോട്ടിന്റെ ഫുഡ് സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇനി 3 മാസം കൊണ്ട് ഗുഡ്ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് 5000 PVക്ക് മുകളിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഫ്രീ എൻട്രി കിട്ടും, ഗുഡ്ഡോട്ടിന്റെ ഫുഡ് കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും, സെലിബ്രേഷനിൽ പങ്കെടുക്കാം, ട്രോഫി കിട്ടും. അപ്പൊ ഇത് സ്ലാബ് 2 ആണ്. ഇനി മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത് 7500 PVക്ക് മുകളിൽ ചെയ്യുന്നവർക്കാണ്. 7500 PVക്ക് മുകളിൽ ചെയ്യുന്നവർക്ക് അവിടെ എൻട്രി കിട്ടും, സർട്ടിഫിക്കറ്റ് കിട്ടും, ട്രോഫി കിട്ടും, അതുപോലെ തന്നെ അടിപൊളി നല്ല ഫുഡ് കിട്ടും, പിന്നെ ഗുഡ്ഡോട്ടിന്റെ ഒരു പ്രീമിയം ബാഗ് കിട്ടും. ഇത് 7500 PVക്ക് മുകളിൽ ചെയ്യുന്നവർക്കാണ് ഇത് കിട്ടുന്നത്. ഇനി ഇത് കഴിഞ്ഞാലുള്ളത് 15000 PV ആണ്. 15000 PV കംപ്ലീറ്റ് ആക്കുന്ന, അല്ലെങ്കിൽ 15000 മുകളിൽ ചെയ്യുന്നവർക്കൊക്കെ കിട്ടുന്നത് എൻട്രി കിട്ടുന്നുണ്ട്, ഫുഡ് കിട്ടുന്നുണ്ട്, ട്രോഫി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഗുഡ്ഡോട്ടിന്റെ അടിപൊളി നല്ല പ്രീമിയം ബാഗ് കിട്ടുന്നുണ്ട്, ബ്ലേസർ കിട്ടുന്നുണ്ട്. ഗുഡ്ഡോട്ടിന്റെ ബ്ലേസർ കിട്ടും. ഓക്കെ, ഫുൾ കോട്ടായിട്ടുള്ള ബ്ലേസർ നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ 15000 PVക്ക് മുകളിൽ വരുന്നവർക്ക് ഗുഡ്ഡോട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗാമ റേസനോളിന്റെ ഒരു ഓഫർ ഉണ്ട്. ഗാമ റേസനോളിന്റെ ഓഫർ സെപ്റ്റംബർ വരെ സമയമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഈ മാസം 1-ാം തീയതി തുടങ്ങിയിട്ടുള്ളൂ. ജൂൺ 1-ാം തീയതി തുടങ്ങി സെപ്റ്റംബർ 30 വരെ സമയമുണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. ഇവിടെ ദൂരി ഫാക്ടറി വിസിറ്റ് ആണ്, എന്ന് വെച്ചാൽ കമ്പനി ഫാക്ടറി വിസിറ്റിംഗ് ആണ് നമുക്ക് അവിടെ തരുന്നത്. അതിന് ചെയ്യേണ്ട കാര്യം, സിംഗിൾ എൻട്രി കിട്ടാൻ നിങ്ങൾക്ക് ഒരാൾക്ക് പങ്കെടുക്കാൻ 4 മാസം കൊണ്ട് 100 പീസ് ഗാമ സെൽഫ് ID വാങ്ങിക്കുക. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 4 മാസം കൊണ്ട് 100 പീസ് ഗാമ ബില്ലടിക്കുന്ന, സെൽഫ് ID ബില്ലടിക്കുന്നവർക്ക് സിംഗിൾ എൻട്രി കിട്ടുന്നുണ്ട്. 150 പീസ് ചെയ്യുന്നവർക്ക് കപ്പിൾ എൻട്രി കിട്ടുന്നുണ്ട്. ഇനി എനിക്ക് കപ്പിളായിട്ട് മാത്രം പോയാൽ പോലെ എനിക്ക് എൻ്റെ പിള്ളേരെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പെർ ചൈൽഡ് ഒരു കുട്ടിക്ക് 20 പീസ് എക്സ്ട്രാ ചെയ്യണം. 150ന്റെ കൂടെ ഒരു കുട്ടിക്ക് എക്സ്ട്രാ 20 എണ്ണം. അപ്പൊ 2 കുട്ടികൾ കൊണ്ടുപോകണമെങ്കിൽ 150ന്റെ കൂടെ 40 എണ്ണം ചെയ്യണം. 3 കുട്ടീനെ കൊണ്ടുപോകണമെങ്കിൽ 150ന്റെ കൂടെ 60 എണ്ണം ചെയ്യണം, എക്സ്ട്രാ 60 എണ്ണം ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് കുട്ടികളുടെ എണ്ണം നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ കപ്പിൾ എൻട്രി വിത്ത് കിഡ്സ് കിട്ടാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ ടോപ്പ് 10ലേക്ക് വരുന്ന ആളുകൾ, ഏറ്റവും കൂടുതൽ ഗാമ സെൽഫ് ID വാങ്ങിക്കുന്ന, പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് സ്പെഷ്യൽ അനൗൺസ്മെന്റ്, ടോപ്പ് 10 അച്ചീവേഴ്സിന് അവിടെ സ്പെഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട്. അവിടെ പ്രത്യേകിച്ചൊരു ഡിന്നറും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കിട്ടും. പ്രത്യേകിച്ചൊരു ഡിന്നറും അവർക്ക് ഡോക്ടർ AR ശർമ്മയുടെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഒരു ഗാല ഡിന്നറൊക്കെ കഴിക്കാനുള്ള ഒരു ഭാഗ്യം ടോപ്പ് 10 ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഇനി എല്ലാവർക്കും അവിടെ ചെല്ലുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം, ഒരു പ്രീമിയം 4-സ്റ്റാർ ഹോട്ടലിൽ ഒരു നൈറ്റ് തങ്ങാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്യുന്നു, പിറ്റേ ദിവസം രാവിലെ നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നു. ആ രീതിക്ക് നമുക്ക് അവിടെ ഒരു 4-സ്റ്റാർ പ്രീമിയം ഹോട്ടലിൽ നമുക്കൊരു താമസിക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടും. അവിടെ ലഞ്ചും ഗാല ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം നമുക്ക് അവിടെ, എന്റർടൈൻമെന്റും എല്ലാം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഡോക്ടർ ശർമ്മ സാറിന്റെ കൂടിയും ഇഷ വശിഷ്ഠ മാഡത്തിന്റെ കൂടിയും
നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ അവിടെ കിട്ടുന്നുണ്ടായിരിക്കും. നമ്മുടെ കൂടെ കയ്യിൽ തന്നയക്കുന്നതായിരിക്കും. നമുക്ക് ഏകദേശം ഈ ഒരു ടൂർ പ്ലാൻ ചെയ്യാൻ കൂടുതലും ഫെബ്രുവരി മാസത്തിലേക്ക് ആയിരിക്കും. ഫെബ്രുവരിക്കും ഏപ്രിൽ മാസത്തിനും ഇടയിലായിരിക്കും ഈ ഒരു ടൂർ ഉണ്ടാവുക, ഈ ഒരു ട്രിപ്പ് ഉണ്ടാവുക. പക്ഷെ ടാർഗറ്റ് നമ്മൾ ഇപ്പോൾ ചെയ്യണം ഫെബ്രുവരിയിലല്ല. അപ്പോൾ പിന്നെ ജനുവരിയിൽ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കരുത്. ജനുവരിയിൽ ചെയ്ത കാര്യമില്ല. കാരണം ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സമയം സെപ്റ്റംബർ വരെയുള്ള സമയമാണ് തന്നിട്ടുള്ളൂ. സെപ്റ്റംബറിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ. ഇനി ഇത് ഡോക്ടർ ആൻസർ നമ്മുടെ രാഘവ് സാർ തന്നിട്ടുള്ളൊരു ടാർഗറ്റാണ്. നമ്മുടെ രാഘവ് സാർ തന്നിട്ടുള്ള ടാർഗറ്റ് 25,000 PV മൊത്തം RCM പ്രൊഡക്റ്റ് കൊണ്ട് 2 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ടോട്ടൽ 25,000 PV കംപ്ലീറ്റ് ആക്കുക. അതിൽ 15,000 PV ന്യൂട്രി ചാർജ് പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, 5 ജോയിനിങ് നിങ്ങളുടെ സെൽഫ് പ്രോസ്പെക്റ്റിങ്, നമ്മളുടെ സ്വന്തം കെയർ ഓഫിൽ 5 ജോയിനിങ് നമ്മൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പം 5 പുതിയ ജോയിനിങ് നടത്തിയിട്ടുണ്ടാവണം. അതൊരു ക്രൈറ്റീരിയ ആണ്. രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് 15,000 PV, ഈ 25,000-ൽ 15,000 PV ന്യൂട്രി ചാർജ് ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ 25,000 PV വരണം. അതും ഒരു കണ്ടീഷനാണ്. ഇങ്ങനെ വരുന്നവർക്ക് എന്താ തരുന്നത്? ഒരു സ്പെഷ്യൽ ട്രെയിനിങ് സെഷൻ കിട്ടും. സ്പെഷ്യലായിട്ട് സ്ഥലത്ത് ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്ത് സ്പെഷ്യൽ ട്രെയിനിങ് സെഷൻ കിട്ടും. അവിടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ സ്പെഷ്യൽ ട്രെയിനിങ് സെഷനും സ്പെഷ്യൽ സ്ഥലത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റ്, ഇതാണ് ഡോക്ടർ ആൻസാറിന്റെ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഡോക്ടർ ആൻസാർ നമുക്ക് തരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ദെൻ അടുത്താണ് നമ്മളുടെ കൺസിസ്റ്റൻസി. ഇതെല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനത് എടുത്തു പറയണില്ല. എന്നിരുന്നാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തണം. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുതിയ പുതിയ ആളുകൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. സ്ഥിരമായി ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ വെറുതെ നിങ്ങൾ സെൽഫ് യൂസ് ചെയ്താൽ പോലും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ്. സെയിൽ ചെയ്താൽ ഇത് കൂടുതൽ ബെനിഫിറ്റ്സ് ആണ്. സെയിൽ ചെയ്യുമ്പോൾ കൂടുതൽ PV വരും, അപ്പോൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് സ്വന്തമായിട്ട് ഉപയോഗിച്ചാൽ പോലും കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചാർട്ട് എപ്പോഴും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 100 PV തൊട്ട് 1,599 PV വരെ 12% ഡിസ്കൗണ്ട് പ്രൈസ്, 12% ഫ്രീ പോട്ട് കിട്ടുക, അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടുക, പ്രൊഡക്റ്റ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുക. 1,500 PV ചെയ്യുന്നവർക്ക് 1,500 രൂപയുടെ പ്രോഡക്റ്റ് കിട്ടും. 2,500 PV 2,500 രൂപ പ്രോഡക്റ്റ്. 5,000 PVക്ക് 5,000 രൂപയുടെ പ്രോഡക്റ്റ്. 10,000 PVക്ക് 5,000 രൂപയുടെ പ്രൊഡക്റ്റും 3,000 രൂപയുടെ ക്യാഷ് അവാർഡും കിട്ടും. 25,000 PVക്ക് 5,000 രൂപയുടെ പ്രൊഡക്റ്റും 12,500 ക്യാഷ് അവാർഡ്. 50,000 PVക്ക് 5,000 രൂപയുടെ പ്രൊഡക്റ്റ്, 30,000 രൂപയുടെ ക്യാഷ് അവാർഡ്. ഓക്കെ, ഇത് കൺസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഇതിൽ തുളസി പെയിന്റ് ഇൻക്ലൂഡിങ് ചെയ്യുന്നില്ല. തുളസി പെയിന്റ് ഇതിൽ ആഡ് ആവുന്നില്ല. തുളസി പെയിന്റ് വേറെ സെപ്പറേറ്റ് ആണ് വരുന്നത്. തുളസി പെയിന്റിന്റെ ഭാഗത്ത് കിട്ടുന്നത് 5,000 PVക്ക് മുകളിൽ എത്ര തുളസി പെയിന്റ് നമ്മൾ സെൽഫായിട്ട് ചെയ്താലും അഡീഷണൽ 6%. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1,00,000 PVയുടെ പ്രൊഡക്റ്റ് തുളസി പെയിന്റ് വാങ്ങിക്കുന്ന ഒരാൾക്ക് 6,000 രൂപ, 6% എന്ന് പറയുമ്പോൾ 6,000 രൂപ വരുമല്ലോ. 6,000 രൂപ അദ്ദേഹത്തിന്റെ കമ്മീഷൻ വരുമ്പോൾ കമ്മീഷന്റെ കൂടെ ഈ 6,000 കൂടിയും എക്സ്ട്രാ ആഡ് ആയിട്ട് വരും. അതാണ് തുളസി പെയിന്റിന്റെ ഒരു ഓഫർ എന്ന് പറയുന്നത്. ഇത് കൺസിസ്റ്റൻസി പ്ലാനിൽ പെടുന്നതല്ല, കാരണം ഇത് എല്ലാ മാസവും തുളസി പെയിന്റ് തരും. 5,000 PVക്ക് മുകളിൽ വരുന്ന അതായത് ആ മാസങ്ങളിൽ കമ്പനി തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ മാസം ഒരു 6,000 PV വന്നു, നിങ്ങൾക്ക് അടുത്തതിന്റെ പിന്നത്തെ മാസം കമ്മീഷൻ വരുമ്പോൾ 6,000 PVയുടെ 6% കമ്മീഷൻ ആയിട്ട് വരും. പക്ഷെ അടുത്ത മാസം എനിക്ക് തുളസി പെയിന്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ ഇത് കിട്ടില്ല. അതാണ് കൺസിസ്റ്റൻസിയിൽ പെടില്ല എന്ന് പറഞ്ഞത്. ഇത് ആ 5,000 PVക്ക് മുകളിൽ ഏത് മാസമാണോ ഒരു മാസം വരുന്നത്, ആ മാസം വരുന്നതിന്റെ മാസത്തെ അതിന്റെ 6% എക്സ്ട്രാ നമുക്ക് അഡീഷണൽ ആയിട്ട് ബോണസ് പോലെ നമുക്ക് നമ്മളെ കമ്മീഷന്റെ ഒപ്പാണ് തരിക. ഓക്കെ, അല്ലാണ്ട് ഇത് വന്നില്ലല്ലോ എന്ന് ചോദിച്ചു നിൽക്കരുത്. നമ്മൾ കമ്മീഷൻ വരുമ്പോൾ കമ്മീഷന്റെ ഒപ്പാണ് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ടീം മെമ്പേഴ്സിന് എക്സ്ക്ലൂസീവ്മെന്റിന്റെ ഭാഗത്തുനിന്ന്. ഇനി ഇത് ചെറിയൊരു കണക്കാണ്, ഞാൻ ഈ കണക്ക് നിങ്ങൾ ചോദിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു 25,000 PV തുളസി പെയിന്റ്, 25,000 PV മൊത്തം ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അതിൽ തുളസി പെയിന്റ് 10,000 PV ചെയ്യുകയും ചെയ്താൽ കൺസിസ്റ്റൻസി ബെനിഫിറ്റ് എന്താണ് കിട്ടുക? ഇത് കുറെ പേര് എന്നോട് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളൊക്കെയാണ്. അതിൽ ഞാൻ ആ ചോദ്യങ്ങളൊന്നും ഇതിലേക്ക് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. 25,000 PV ചെയ്യുന്ന ഒരു പുതിയ വ്യക്തിയാണ്. പുതിയ വ്യക്തിയാണെങ്കിൽ ടോട്ടൽ 25,000-ന്റെ 7%, 1,750 രൂപ കമ്മീഷൻ വരും. പെയിന്റിന്റെ 10,000 PVയുടെ പെയിന്റിന്റെ 6%, 600 രൂപ കമ്മീഷൻ കിട്ടും. അപ്പോൾ 1,750-ഉം 600-ഉം അവർക്ക് കിട്ടുന്ന ഒരു കമ്മീഷനാണ്. ഇതിന്റെ കൂടെ
തുളസി പെയിന്റ് കൺസിസ്റ്റൻസിൽ പെടാത്തതുകൊണ്ട് തന്നെ അവർക്ക് 5,000 രൂപയുടെ ഫ്രീ പോട്ട് കിട്ടും, 3,000 രൂപയുടെ ക്യാഷ് അവാർഡ് കിട്ടും. കാരണം എന്താ, തുളസി പെയിന്റ് മാറ്റി കഴിഞ്ഞാൽ അപ്പോഴും 15,000 PV RCMന്റെ എല്ലാ പ്രൊഡക്റ്റും കൊണ്ട് ആള് ചെയ്യുന്നുണ്ട്. അപ്പൊ RCM അവിടെ 10,000 PV ചെയ്യുന്ന കൺസിസ്റ്റൻസി ചെയ്യുന്ന ഒരു കസ്റ്റമർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവിടെ 5,000 രൂപയുടെ ഫ്രീ ബോട്ടും കിട്ടും, 3,000 രൂപയുടെ ക്യാഷ് അവാർഡ് കിട്ടും. പിന്നെ ഒബിയസ്ലി എല്ലാ മാസവും ഇത് നമുക്ക് ഈ ഒരു 1,750 600 എല്ലാ മാസവും കിട്ടുന്നുണ്ടാവല്ലോ. അതും ഇതിന്റെ കൂട്ടത്തിൽ കിട്ടുന്ന കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, നിങ്ങളുടെ അറിവിലേക്ക് ഇത് ടീമിലെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. ഇനി ഇതൊരു ഓൾറെഡി എക്സിസ്റ്റിംഗ് അസോസിയേറ്റ് ബയറാണ്, ഒരു 3,00,000 മുകളിൽ വോളിയം താഴെയുള്ള ഒരു വ്യക്തിയാണ്. 3,00,000 മുകളിൽ വോളിയം ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് 22% ഇപ്പൊ 25,000 22%, 5,500 രൂപ, 10,000 6%, 600 രൂപ. അപ്പോൾ 5,500 600 കൂടി 6,100 രൂപയുടെ അടുത്ത് കമ്മീഷൻ വരും. തുളസി പെയിന്റ് 10,000 PV തുളസി പെയിന്റും 25,000 ടോട്ടൽ PV ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഇത്രയും കമ്മീഷൻ വരും. ഇനി അവരുടെ പൊസിഷൻ അനുസരിച്ച് അതിൻ്റെതായ കമ്മീഷൻ ഡിഫറൻസ് ആണ് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞത് ഈ ഒരു വരുമാനം ഉണ്ടാവും. ഏകദേശം 3,00,000 മുകളിൽ വോളിയുണ്ട്. ചിലപ്പോൾ 3,00,000 മുകളിൽ വോളി ഉണ്ടെങ്കിലും പൊസിഷൻ ചിലപ്പോൾ ബിഗിനർ ആയിരിക്കാം. ബിഗിനർ ആണെങ്കിലും ഈ ഒരു വരുമാനം അവിടെ ഉറപ്പാണ്. കാരണം ഇങ്ങനെയാണ് അവിടെ അതിന്റെ കണക്ക് കൂട്ടുന്നത് വരുന്നത്. പിന്നെ ഫ്രീ പോട്ട് 5,000 കിട്ടുള്ളൂ, 3,000 ക്യാഷ് അവാർഡ്. കാരണം എന്താ, അവിടെ തുളസി പെയിന്റ് കൂട്ടാൻ പറ്റില്ലല്ലോ കൺസിസ്റ്റൻസിയിൽ. അപ്പൊ തുളസി പെയിന്റ് മാറ്റി നിർത്തുമ്പോൾ ബാക്കി 15,000 PV ആണ് വരുന്നുള്ളൂ RCMന്റെ മറ്റു പോട്ടുകൾ. അതുകൊണ്ടാണ് 3,000 ക്യാഷ് അവാർഡും 5,000 ഫ്രീ പോട്ട് കിടന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ടാർഗറ്റുകളും ഓഫറുകളും കൂടുതൽ തവണ കേൾക്കുകയും എഴുതുകയും ചെയ്താൽ നമ്മൾ എന്തെങ്കിലും ചെയ്യും. ഓക്കെ, ഇനി ഇതേ കാര്യം കൂടുതൽ തവണ കേൾക്കുകയും എഴുതുകയും കൂടാതെ പറയുകയും ചെയ്താൽ നമ്മളുടെ ടീം എന്തെങ്കിലും ചെയ്യും. അപ്പോഴാണ് കാര്യങ്ങൾ ഉഷാറാവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉഷാറാക്കുക, ഒരുപാട് ടാർഗറ്റ്സും ഓഫറുകളും കമ്പനി തരുന്നുണ്ട്. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, പ്രാവർത്തിയത്തിൽ കൊണ്ടുവരിക. എത്ര കൂടുതൽ എൻ്റെ ടീമിൽ ചെയ്യുന്ന ആളുകൾ വരണമെന്ന് ആഗ്രഹമുണ്ടോ അത്രയും കൂടുതൽ ഞാൻ പറയാം. ഞാൻ വെറുതെ എഴുതുകയും കേൾക്കുകയും മാത്രം ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് ഇരുന്നാൽ ഞാൻ മാത്രമേ ചെയ്യുള്ളൂ, വേറെ ആരും ചെയ്യില്ല. പക്ഷെ ഇത് ഞാൻ കേട്ടു, എഴുതി, കൂടുതൽ 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 പറഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ ടീമും ചെയ്യാൻ തുടങ്ങും. അപ്പൊ എൻ്റെ ടീമിൽ കുറെ പേര് ചെയ്യാണ്ടോ, ഞാൻ ചെയ്യുന്നത് കൂടി കണ്ടാലോ ഒന്നുകൂടിയും കൂടും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു ഭാഗമാക്കി മാറ്റണം. ഇതിനൊക്കെ സഹായിക്കുന്ന വലിയ വലിയ ടാർഗറ്റുകൾ എടുത്തിട്ട് സെയിൽസിലേക്ക് ഫോക്കസ് ചെയ്യുക. സെയിൽസ്, ഞാൻ വീണ്ടും പറയുന്നു, സെയില് ജീവിതകാലം മുഴുവൻ സെയിൽ ചെയ്ത് ജീവിക്കാനല്ല RCMൽ വന്നിരിക്കുന്നത്, സെയിലിലൂടെ ടീമിനെ ഉണ്ടാക്കാനാണ്. സോ സെയിൽ ചെയ്യാൻ പോകുന്നത് എനിക്കൊരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നുള്ള ബോധ്യത്തോടെ സെയിൽസിന് പോവാം. അപ്പോൾ ഷെഡ്യൂൾ ഉണ്ടാക്കാൻ തോന്നും, ഷെഡ്യൂൾ ഉണ്ടാക്കി കൃത്യനിഷ്ഠ പാലിച്ച് സെയിൽസിന് പോകാൻ തോന്നും. കാരണം നമ്മുടെ നാട്ടിൽ വരുന്ന മീൻകാരന് വരെ ഒരു കൃത്യനിഷ്ഠയുണ്ട്. ആ ആള് ആഴ്ചയിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ആള് ആ ദിവസം തന്നെ അതേ സമയത്ത് തന്നെ നമ്മുടെ വീടിന്റെ മുമ്പത്തോട് പോകുന്ന വഴി അടിച്ചിട്ട് മീൻകാരൻ പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വരുന്ന പല കച്ചവടക്കാർക്കും ഈ കൃത്യനിഷ്ഠയുണ്ട്. എന്തിന്? കടം കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കാൻ വരുന്ന അണ്ണാച്ചിക്ക് വരെ കൃത്യനിഷ്ഠയുണ്ട്. അവരൊക്കെ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ബിസിനസ് ഉണ്ടാക്കാൻ ചെയ്യുന്നത് നമ്മൾക്ക് എന്തുകൊണ്ട് കൃത്യനിഷ്ഠ പാലിച്ചുകൂടാ? സെയിൽസിലെ ഏറ്റവും പ്രധാന കാര്യമാണ് പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം. പ്രൊഡക്റ്റ് നോളജും എക്സ്പീരിയൻസും ഒക്കെ വേണമില്ല എന്നല്ല, പക്ഷെ പങ്ക്ച്വാലിറ്റി ഇല്ലെങ്കിൽ പോയി. അപ്പൊ അതും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയാക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും വലിയ രീതിയിലേക്കുള്ള ബിസിനസ് ഉണ്ടാക്കാൻ സാധിക്കട്ടെ. നല്ല രീതിയിലുള്ള ടീം വർക്ക് ചെയ്ത് ഈ പറഞ്ഞ ടാർഗറ്റുകളും ഓഫറുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ മാസവും ഇനി വരുന്ന മാസങ്ങളിലും വലിയ വലിയ പൊസിഷൻസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് സർവേശ്വരൻ സഹായിക്കട്ടെ, അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇന്നിങ്ങനെ ഒരു പെട്ടെന്നാണെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിച്ചു. ആ അവസരം തന്ന അർജുൻ സാറിനും എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു JRCM ആൻഡ് ഓൾ ഓഫ് യു. ഗോഡ് ബ്ലസ് യു.